പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുമ്പോൾ വിവിധ പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കെ അരുൺകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ഈ പോസ്റ്റ് പോൾ സർവേ ഫലങ്ങളുടെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ അരുൺ, പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾ വന്നു തുടങ്ങിയോ? വിവിധ മാധ്യമങ്ങൾ, വിവിധ ഏജൻസികളുമായി ചേർന്ന് നടത്തുന്ന പോസ്റ്റ് പോൾ സർവേ ഫലങ്ങളുടെ ആദ്യ സൂചനകളെങ്കിലും പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ടോ? ഏതൊക്കെ പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്? റൈറ്റ് ഗോപികൃഷ്ണൻ, ഇപ്പോൾ പോൾ ഓഫ് പോൾസിലേക്ക് കടന്നാൽ പ്രധാനപ്പെട്ട ചാനലുകൾ, ദേശീയ ചാനലുകൾ മറ്റു സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് റിസൾട്ട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഞാനിപ്പോൾ. അതിൽ റിപ്പബ്ലിക് ടിവിയുടെയും ടൈംസ് നൗവിന്റെയും വെസ്റ്റ് ബംഗാൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ രണ്ടിടങ്ങളിലും രണ്ട് വ്യത്യസ്തമായ തരത്തിലുള്ള ഫലസൂചനയാണ് ഈ രണ്ട് ചാനലുകളും നൽകുന്നത്. റിപ്പബ്ലിക് ടി വി CNN എക്സിറ്റ് പോൾ സർവേ പ്രകാരം തൃണമൂൽ കോൺഗ്രസിനേക്കാൾ BJPക്കായിരിക്കും സാധ്യത എന്ന് പ്രവചിക്കുന്നു. 128 മുതൽ 138 സീറ്റുകൾ വരെ തൃണമൂൽ കോൺഗ്രസ് നേടുമ്പോൾ 138 മുതൽ 148 സീറ്റുകൾ വരെ ആയിരിക്കും BJP നേടുക എന്നാണ് റിപ്പബ്ലിക് CNN സർവേ പറയുന്നത്. ലെഫ്റ്റ് പാർട്ടികൾക്ക് കിട്ടുക 11 മുതൽ 21 വരെ സീറ്റുകൾ എന്ന് പറയുന്നു. എന്നാൽ അതേസമയം വെസ്റ്റ് ബംഗാളിന്റെ CNN ടൈംസ് നൗവിന്റെ റിസൾട്ട് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ടൈംസ് നൗ നേരെ തിരിച്ചൊരു അഭിപ്രായമാണ് പറയുന്നത്. 158 സീറ്റുകൾ വരെ നേടി തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ തുടരുമെന്നാണ് വെസ്റ്റ് ബംഗാളിൽ ടൈംസ് നൗവിന്റെ റിസൾട്ട് പറയുന്നത്. റിപ്പബ്ലിക് ടിവി പറയുന്നതിന് നേരെ ഘടകവിരുദ്ധമായി BJP 115 സീറ്റുകളിലും ലെഫ്റ്റ് 19 സീറ്റുകളിലുമായിരിക്കുമെന്നും പറയുന്നു. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെസ്റ്റ് ബംഗാളിന്റെ രണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആസാമിന്റെ ഒരു എക്സിറ്റ് പോൾ ഫലം കൂടി എത്തിയിട്ടുണ്ട്. ആസാമിന്റെ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം BJPക്ക് 75 മുതൽ 85 സീറ്റുകൾ വരെ നേടി സോനോവാൾ ഇത്തവണ മുഖ്യമന്ത്രിയായി തുടരും. ആസാമിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് ടൈംസ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത്. കോൺഗ്രസിന് നേടാൻ സാധിക്കുക 40 മുതൽ 50 വരെ സീറ്റുകൾ മാത്രമായിരിക്കും. മറ്റുള്ളവർ 1 മുതൽ 4 വരെ സീറ്റുകൾ നേടാമെന്നും ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ സർവേ ഫലങ്ങൾ പുറത്തുവരുന്നു. അല്പസമയത്തിനകം കേരളത്തിന്റെയും സർവേ ഫലങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടും. ഇപ്പോൾ CNN സർവേയും നടക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വെസ്റ്റ് ബംഗാളിന്റെ രണ്ട് വ്യത്യസ്തമായ കണക്കുകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. റിപ്പബ്ലിക് ടിവിയുടെ പ്രൊഡിക്ഷൻ അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ BJPക്ക് സാധ്യത 148 സീറ്റുകൾ വരെ BJP നേടിയേക്കാമെന്നാണ് റിപ്പബ്ലിക് ടിവി പറയുന്നത്. അതേസമയം 128 മുതൽ 138 സീറ്റുകൾ വരെ മാത്രമായിരിക്കും മമതാ ബാനർജി നേടുക എന്ന് പറയുമ്പോൾ, അതേസമയം വെസ്റ്റ് ബംഗാളിന്റെ കണക്ക് പറയുന്നത് തിരിച്ചാണ്. ടൈംസ് നൗവിന്റെ സൂചന പ്രകാരം വെസ്റ്റ് ബംഗാളിലെ കണക്കിൽ തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കും 158 സീറ്റുകൾ നേടി മുന്നിലേക്ക് വരിക എന്ന് പറയുന്നു. ആസാമിന്റെ കണക്കും ഇതിനകം തന്നെ പുറത്തു വരുന്നു. ആസാമിന്റെ കണക്കിലും ഇതേ അഭിപ്രായമാണ് പറയുന്നത്. അതേസമയം ABPയുടെ സർവേ റിസൾട്ട് കൂടി എത്തുന്നു. ABPയും രണ്ട് ഏജൻസികൾ തൃണമൂൽ കോൺഗ്രസിന്റെ സാധ്യത വെസ്റ്റ് ബംഗാളിൽ പ്രവചിക്കുന്നു. 152 മുതൽ 164 സീറ്റുകൾ വരെ നേടി തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ തുടരുമെന്നാണ് ABP സർവേ പറയുന്നത്. അതായത് ABP സർവേയും ടൈംസ് നൗ സർവേയും തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ തുടരുമെന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ടിവി മാത്രമാണ് ഒരു നേരിയ എഡ്ജ് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ BJPക്ക് കൊടുക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ. ആസാമിന്റെ കാര്യത്തിലും ഇതേപോലെ ഭരണ തുടർച്ചയുണ്ടാകുന്നു. അതായത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഗോപികൃഷ്ണൻ, തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ തുടരും, ഒരു ഭരണ തുടർച്ചയാണ് വെസ്റ്റ് ബംഗാളിൽ പ്രവചിക്കുന്നത്. രണ്ട് ഏജൻസികൾ ഇപ്പോൾ ആസാമിൽ ഭരണ തുടർച്ച പ്രവചിക്കുന്നു BJPക്ക്. അതായത് BJP ആസാമിലും തൃണമൂൽ കോൺഗ്രസ് തമിഴ്നാട്ടിലും തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കണക്കുകൾ പ്രകാരം. ഒരൊറ്റ ഏജൻസി മാത്രമാണ്. ഭൂരിപക്ഷം ഏജൻസികളും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വിജയ സാധ്യതയും അല്ലെങ്കിൽ ഭരണ തുടർച്ചയും, അസാമിൽ BJPയുടെ ഭരണ തുടർച്ചയുമാണ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുടേത് ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിലെ ഏതാനും ദൃശ്യമാധ്യമങ്ങളും ഈ ചില ഏജൻസികളുമായി ചേർന്ന് ഈ പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ദേശീയ തലത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾ ഒന്നാകെ ഒറ്റ സ്ക്രീനിൽ അറിയുക എന്നതാണ് പോൾ ഓഫ് പോൾസിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ കെ അരുൺകുമാർ നമ്മളോടൊപ്പം ഉടനീളം ഈ വിശദാംശങ്ങളുമായി ഒപ്പമുണ്ടാകും. അരുൺ, ഏതൊക്കെ ഇടങ്ങളിലെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കേരളത്തിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ഇപ്പോൾ റിപ്പബ്ലിക് ടിവിയാണ് കേരളത്തിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യം ഞാൻ അതിലേക്ക് പോകുന്നു. കേരളത്തിന്റെ റിപ്പബ്ലിക് ടിവിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് 72 മുതൽ 80 സീറ്റുകൾ വരെ നേടി LDF ഭരണ തുടർച്ച ഉറപ്പാക്കുമെന്നാണ് റിപ്പബ്ലിക് ടിവിയുടെ CNN സർവേ പ്രകാരം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ തുടരും, LDF തുടരും, 72 മുതൽ 80 സീറ്റുകൾ വരെ നേടും. UDF 54 മുതൽ 64 സീറ്റുകളിൽ ഒതുങ്ങും. BJP
ഒരുപക്ഷെ 5 സീറ്റുകൾ വരെ നേടിയേക്കാം, 1 മുതൽ 5 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാണ് റിപ്പബ്ലിക് TV പറയുന്നത്. പ്രേക്ഷകർക്ക് കാണാം 24-ന്റെ സ്ക്രീനിൽ വിവിധ ഏജൻസികളുടെ ഫലങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. റിപ്പബ്ലിക് TV CNA സർവേ പ്രകാരം 72 മുതൽ 80 സീറ്റുകൾ വരെ നേടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ തുടരുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരേ ഒരു എക്സിറ്റ് പോൾ ഫലം പ്രേക്ഷകരോട് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ റിപ്പബ്ലിക് TVയുടെ കണക്ക് പ്രകാരം ADMK ഭരണത്തിൽ നിന്ന് പുറത്തു പോകും, DMK അധികാരത്തിലേക്ക് എത്തും, അവിടെ ഉദയസൂര്യൻ വിരിയും എന്നാണ് തമിഴ്നാട്ടിൽ കണക്കുകൾ പറയുന്നത്. 160 മുതൽ 170 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും തമിഴ്നാട്ടിൽ ഭരണ തുടർച്ചയുണ്ടാവില്ല, കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാവും. റിപ്പബ്ലിക് TV CNA സർവേ പ്രകാരം വെസ്റ്റ് ബംഗാളിൽ പക്ഷേ BJP അധികാരത്തിൽ എത്തും എന്നാണ് കണക്കുകൾ പറയുന്നത്. റിപ്പബ്ലിക് TVയുടെ കണക്ക് പ്രകാരം 143 സീറ്റുകൾ വരെ BJPക്ക് വെസ്റ്റ് ബംഗാളിൽ നേടിയേക്കാം. തൃണമൂൽ കോൺഗ്രസ് തൊട്ട് പിന്നിൽ ഫിനിഷ് ചെയ്യും, 133 സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത്. വിവിധ ഏജൻസികളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ വെസ്റ്റ് ബംഗാളിൽ ഒരൊറ്റ ഏജൻസി മാത്രമേ, റിപ്പബ്ലിക് TV CNA സർവേ മാത്രമേ വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിൽ എത്തുമെന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ ഫലം പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്ന 4 ഏജൻസികളും വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നു. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി ടൈംസ് നൗ സർവേ പ്രകാരം 158 സീറ്റുകൾ നേടിയേക്കാം, 115 സീറ്റുകളിൽ BJP തീരും. അതേസമയം റിപ്പബ്ലിക് TV പറയുന്നത് 133 സീറ്റുകൾ മാത്രമേ തൃണമൂൽ കോൺഗ്രസ് നേടൂ, 143 BJP നേടുമെന്നാണ്. PMark ഏജൻസി പറയുന്നത് 158 ഇടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിക്കുമെന്നും 120 ഇടങ്ങളിലായി BJP ചുരുങ്ങുമെന്നുമാണ് PMark സർവേ പറയുന്നത്. ETG സർവേ പ്രകാരവും 169 സീറ്റുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി അധികാരത്തിൽ തുടരും വെസ്റ്റ് ബംഗാളിൽ. ABP സർവേ പ്രകാരവും 121 സീറ്റുകൾ വരെ നേടിയേക്കാനുള്ള സാധ്യതയുണ്ടെന്നും 152 മുതൽ 164 വരെ സീറ്റുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് തുടർന്നേക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് കണക്കുകൾ പറയുന്നത്. ABPയുടെ സർവേ പ്രകാരം 152 മുതൽ 164 വരെ സീറ്റുകൾ നേടിയേക്കാം. എനിക്ക് തോന്നുന്നു TV ചാനലുകളിൽ ഈ ABP സർവേ മാത്രമാണ് വെസ്റ്റ് ബംഗാളിന് തൃണമൂൽ കോൺഗ്രസിന് 164 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നൊരു ഹ്യൂജ് പ്രൊജക്ഷൻ നൽകുന്നത്. ഒരൊറ്റ ഏജൻസി, അതായത് റിപ്പബ്ലിക് TVയുടെയും CNXന്റെയും സർവേ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്നത്. BJPക്ക് എഡ്ജ് ഉണ്ടാകും വെസ്റ്റ് ബംഗാളിൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള നിലവിൽ എക്സിറ്റ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്ന 5 ഏജൻസികളും വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിക്ക് ഭരണ തുടർച്ച പ്രവചിക്കുന്നു. റിപ്പബ്ലിക് TV CNX സർവേ പ്രകാരം കേരളത്തിൽ LDF അധികാരത്തിൽ തുടരുമെന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആസാമിന്റെ കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആസാമിൽ 2 ഏജൻസികളുടെ സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന് ഇന്ത്യ ടുഡേ, ഇപ്പോൾ ഇതാ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത കേരളത്തിലുണ്ട് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 100-ലധികം സീറ്റുകളിലേക്ക് ഒരുപക്ഷെ LDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന കണക്കുകൾ വരുന്നു. ഒരു ഹ്യൂജ് മാർജിൻ 47% LDFന്റെ വോട്ട് ഷെയർ ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് കേരളത്തിന്റെ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നു. പിണറായി വിജയൻ 100+ പോകാൻ സാധ്യതയുണ്ടെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 47% LDF ലീഡ് വർദ്ധിപ്പിക്കും, 38% UDF വോട്ട് ഷെയർ കുറയ്ക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 15% നിന്ന് 12% പോയേക്കാം. 104 മുതൽ 120 സീറ്റുകൾ വരെ നേടി പിണറായി വിജയൻ അധികാരത്തിൽ തുടരുമെന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത്. ഹ്യൂജ് മാർജിൻ. UDF 36 സീറ്റുകളിൽ ഒതുങ്ങും. 20 മുതൽ 36 സീറ്റുകൾ വരെ. NDAക്ക് പരമാവധി കിട്ടുക 2 സീറ്റുകൾ മാത്രം, 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രം. കഴിഞ്ഞ സർവേകളിൽ, കഴിഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 91% ഈ മൈ ആക്സിസ് സർവേയുടെ പോൾ പ്രൊജക്ഷൻസ് ശരിയായി വരുന്നത്. 24-ന്റെ പ്രീ പോൾ സർവേ ഫലങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. LDF 104 മുതൽ 120 വരെ സീറ്റുകൾ നേടിയേക്കാമെന്ന ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ 104 സീറ്റുകൾ 120 സീറ്റുകൾ വരെ നേടിയേക്കാം. ഹ്യൂജ് മാർജിൻ 100+ എന്ന കാറ്റഗറിയിലേക്ക് 47%-നും അപ്പുറത്തേക്ക് വോട്ടുകൾ നേടി LDF അധികാരത്തിൽ തുടരും കേരളത്തിൽ എന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ. 28,124 സാമ്പിളുകൾ കളക്ട് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യ ടുഡേയുടെ മൈ ആക്സിസ് സർവേ പ്രകാരം 104 മുതൽ 120 സീറ്റുകൾ വരെ നേടി LDF അധികാരത്തിലേക്ക് തുടരുമെന്നും 20 മുതൽ 36 സീറ്റുകൾ വരെ. കഴിഞ്ഞ തവണ UDF നേടിയ സീറ്റുകൾ പോലും UDFന് നേടാൻ കഴിയില്ലെന്നുമാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയുടെ പ്രവചനം വരുന്നത്. 2 ഏജൻസികളുടെ ഫലസൂചനകളാണ് ഇപ്പോൾ, എക്സിറ്റ് പോൾ ഫലസൂചനകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒന്ന് റിപ്പബ്ലിക് TVയുടെയും മറ്റൊന്ന് ഇന്ത്യ ടുഡേയും. റിപ്പബ്ലിക് TV CNX സർവേ പ്രകാരം LDF അധികാരത്തിൽ തുടരും, പക്ഷേ പരമാവധി ലഭിക്കുക 80 സീറ്റുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ 104 മുതൽ 120 സീറ്റുകൾ വരെ നേടി പിണറായി
പിണറായി വിജയൻ അധികാരത്തിൽ തുടരുമെന്ന് പറയുന്നു. ഹ്യൂജ് വോട്ട് ഷെയർ ആണ്. 47% LDF-ന് ലഭിക്കുക. 38% വോട്ടിലേക്ക് UDF ഒതുങ്ങും. 15% നിന്ന് 12%ലേക്ക് 3% കുറവ് BJP-ക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. ഹ്യൂജ് മാർജിൻ. ആസാമിന്റെ കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. 75 മുതൽ 85 വരെ സീറ്റുകൾ നേടി ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം BJP അധികാരത്തിൽ തുടരും. സോനോവാൾ അധികാരത്തിൽ തുടരും. കോൺഗ്രസ് 40 മുതൽ 50 സീറ്റുകളിൽ വരെ ഒതുങ്ങും. 126 സീറ്റുകളിൽ 75 മുതൽ 85 സീറ്റുകളിൽ വരെ ആയിരിക്കും. രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഇപ്പോൾ വരുമ്പോൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ, റിപ്പബ്ലിക് TV CNX സർവേ പ്രകാരം കേരളത്തിൽ പിണറായി വിജയൻ 80 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം കേരളത്തിൽ വലിയ ഹ്യൂജ് ഡിഫറൻസ് ആണ് വോട്ട് ഷെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ നേരിയ വോട്ട് ഷെയർ വ്യത്യാസം മാത്രമേ ഇവിടെ LDF-ന് സംഭവിക്കൂ. പക്ഷേ വലിയ ഇടിവ് സംഭവിക്കുന്നത് BJP-ക്ക് 3%, കോൺഗ്രസിന്റെ കാര്യത്തിലും ആ വോട്ട് ഷെയറിൽ വ്യത്യാസം സംഭവിക്കുന്നു. വിവിധ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അനുസരിച്ച് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 104 മുതൽ 120 സീറ്റുകൾ വരെ പിണറായി വിജയൻ നേടിയേക്കാം. രണ്ട് ഏജൻസികളുടെ ഫലസൂചനകൾ പുറത്തേക്ക് വരുന്നു. കേരളത്തിന്റെ കണക്കുകൾ മൈ ആക്സിസ് ഇന്ത്യ ടുഡേ സർവേ പ്രകാരം 120 സീറ്റുകൾ, റിപ്പബ്ലിക് TV CNX സർവേ പ്രകാരം LDF നേടാൻ സാധ്യതയുള്ളത് പരമാവധി 80 സീറ്റുകൾ. രണ്ട് സർവേകളും LDF-ന് ഭരണ തുടർച്ച പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിശ്വാസ്യതയുള്ള ഏജൻസിയെ മൈ ആക്സിസ് സർവേയുടെ കണക്കുകൾ എല്ലാ പ്രീ പോൾ സർവേ ഫലങ്ങളെയും മറികടക്കുന്ന ആശ്ചര്യജനകമായ വോട്ട് ഷെയർ ആണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് LDF-ന്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഫലസൂചന ഈ കൗണ്ടിംഗ് ദിവസം എത്തുകയാണെങ്കിൽ അത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ 100+ എന്ന നിലയിലേക്ക് പോകും. കേരളത്തിന്റെ ചരിത്രത്തിൽ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു വോട്ട് ഷെയർ വിഹിതമായിരിക്കും ആ അർത്ഥത്തിൽ LDF-ന് ലഭിക്കുക. ഇവിടെ BJP പരമാവധി 2 സീറ്റുകൾ വരെ നേടാം. പക്ഷേ മിനിമം സീറ്റുകൾ പ്രവചിക്കുന്നില്ല ഇന്ത്യ ടുഡേ മൈ ആക്സിസ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 3% വോട്ടുകൾ BJP-ക്ക് കുറയാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രവചിക്കുന്നു. ആസാമിലെ കണക്കുകൾ പുറത്തു വരുന്നു. തമിഴ്നാട്ടിലെ കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട്ടിലെ രണ്ട് ഏജൻസികളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ DMK അധികാരത്തിലെത്തുമെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. റിപ്പബ്ലിക് TVയുടെ കണക്ക് പ്രകാരം 160 മുതൽ 170 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നാണ് റിപ്പബ്ലിക് TVയുടെ കണക്കിൽ പറയുന്നത്. DMK സ്റ്റാലിൻ അധികാരത്തിലേക്ക് എത്തും. ADMK 68 സീറ്റുകൾ വരെ മാത്രമേ നേടുകയുള്ളൂവെന്നും ADMK 58 മുതൽ 68 സീറ്റുകളിലോടുകൂടി ഒതുങ്ങുമെന്നും AMKക്ക് 4 മുതൽ 6 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നും കണക്കുകൾ പറയുന്നു. വെസ്റ്റ് ബംഗാളിലെ കണക്കുകളും കേരളത്തിന്റെ കണക്കുകളും ഒരു സൂചന നൽകുന്നുണ്ട്, ഒരു ട്രെൻഡ് നൽകുന്നുണ്ട്. 4 സംസ്ഥാനങ്ങളുടെയും ഫലസൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം 24-ന്റെ സ്ക്രീനിൽ. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഏജൻസി സർവേ പ്രകാരം കേരളത്തിൽ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം LDF അധികാരത്തിൽ തുടരുമതും 100 സീറ്റുകളുടെ 120 സീറ്റുകൾ വരെ LDF നേടിയേക്കാമെന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് പ്രവചനം. 47% വോട്ട് ഷെയറോട് കൂടിയായിരിക്കും പിണറായി വിജയന്റെ മിന്നും പ്രകടനമെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നു. റിപ്പബ്ലിക് TV പറയുന്നത് പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ തുടരും, പക്ഷേ 80 സീറ്റുകൾ വരെ പരമാവധി നേടിയേക്കാം. BJP 1 മുതൽ 5 വരെ സീറ്റുകൾ നേടിയേക്കാമെന്ന് റിപ്പബ്ലിക് TV CNX സർവേ പറയുമ്പോൾ ഒരുപക്ഷേ 0 മുതൽ 2 വരെ സീറ്റുകൾ മാത്രമായിരിക്കും BJP നേടാൻ സാധ്യതയുള്ളതെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നു. ഏറ്റവും പ്രസക്തമായത് BJP-യുടെ വോട്ട് ഷെയർ 3% കുറയുന്നു. അത് LDF-ന് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് വിവിധ ഏജൻസികളുടെ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ഏജൻസിയുടെ സർവേ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരുന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ ആണ് ഇതിൽ ഏറ്റവും നിർണായകമായ. ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പിൾ സൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് മൈ ആക്സിസ് ചെയ്ത സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 2016-ലുള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്തും എന്നാണ് കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. 2019 ജനറൽ ഇലക്ഷന് UDF-നുണ്ടായിരുന്ന അപ്പർ ഹാൻഡ് 38% കൊടുങ്ങും. 2016-ൽ 42% LDF-ന്റെ വോട്ട് വിഹിതമെങ്കിൽ അത് 2019 ആകുമ്പോൾ 34% കുറയുന്നു. ഈ എക്സിറ്റ് പോളിൽ 47% ഉയരുന്നു. 2016-നെ അപേക്ഷിച്ച് 5% വോട്ട് വർധനവ് 2021 ആകുമ്പോഴേക്കും ഉണ്ടാകുമെന്നുള്ള പ്രഡിക്ഷനാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത്. 2016-ൽ 42% LDF-ന്റെ സീറ്റ് വോട്ട് ഷെയർ എങ്കിൽ അത് 47% വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതേസമയം UDF-ന്റെ വോട്ട് ഷെയറിൽ ഇടിവുണ്ടാവുമെന്നും കണക്കുകൾ പറയുന്നു. UDF-ന്റെ വോട്ട് ഷെയർ 38% നിൽക്കും. 9% വോട്ട് വ്യത്യാസം LDF-ഉം UDF-ഉം തമ്മിൽ ഉണ്ടാകുമെന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത്. എന്നാൽ റിപ്പബ്ലിക് TV ഒരു സ്ലൈറ്റ് എഡ്ജ് ആണ് LDF-ന് കൊടുക്കുന്നത്. LDF തന്നെ തുടരുമെന്ന് പറയുമ്പോഴും പരമാവധി 72 മുതൽ 80 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും UDF 60 സീറ്റുകൾ വരെ
നേടിയേക്കാമെന്നും റിപ്പബ്ലിക് ടിവിയുടെ സർവേ ഫലങ്ങൾ പറയുന്നു. വളരെ നിർണായകമായ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഭരണ തുടർച്ച. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 എക്സിറ്റ് പോൾ ഫലങ്ങൾ. വെസ്റ്റ് ബംഗാളിൽ ഒരൊറ്റ ഏജൻസി ഒഴികെ 5 ഏജൻസികളും തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച പ്രവചിക്കുന്നു. ആസാമിൽ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന 2 സർവേകളും BJPക്ക് ഭരണ തുടർച്ച പ്രവചിക്കുന്നു. തമിഴ്നാട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 സർവേകളും സ്റ്റാലിൻ അധികാരത്തിലെത്തുമെന്നും DMK അധികാരത്തിലെത്തുമെന്നുമുള്ള സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം നമ്മൾ പോയാൽ കേരളത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു സൂചനയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ വേഗം തിരിച്ചു വരാം. പോൾ ഓഫ് പോളിൽ പ്രേക്ഷകരിലേക്ക് വളരെ വേഗം ബാക്കിയുള്ള കണക്കുകൾ കൂടി, ബാക്കിയുള്ള സർവേ ഫലങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. വളരെ വേഗം ഞാൻ മടങ്ങി വരാം. പോൾ ഓഫ് പോളിൽ ഇപ്പോൾ വീണ്ടും NDTVയുടെ സൂചന കൂടി പുറത്തു വരുന്നു. 76 സീറ്റുകൾ നേടി NDTVയുടെ സർവേ പ്രകാരം LDF അധികാരത്തിൽ തുടരുമെന്നുള്ളതാണ് NDTV സർവേ ഫലം പുറത്തു വരുന്നു. 76 സീറ്റുകൾ LDF, 62 സീറ്റുകൾ കോൺഗ്രസ്, 2 സീറ്റുകൾ മാത്രമായിരിക്കും BJP. NDTV 76 സീറ്റുകൾ LDF. സെഫോളജിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയായ ഒരു ചാനൽ NDTV പ്രവചിക്കുന്നു 76 മാക്സിമം സീറ്റുകൾ നേടിയേക്കാം LDF, 62 സീറ്റുകളിൽ കോൺഗ്രസ് ഒതുങ്ങാം, 2 സീറ്റുകൾ BJP, 0 അതേഴ്സ് എന്നാണ് പോൾ ഓഫ് പോൾസിലുള്ള കണക്കുകൾ പറയുന്നത്. നമ്മളെ ഞെട്ടിച്ച കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയുടെ കണക്കുകൾ പ്രകാരമാണ്. 76 സീറ്റുകൾ LDF, NDTV സർവേ പ്രകാരം 62 കോൺഗ്രസ്, 2 BJP എന്നിങ്ങനെയാണ് കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് നോക്കൂ, 104 മുതൽ 120 സീറ്റുകൾ വരെ 47% വോട്ട് വിഹിതത്തോടുകൂടിയുള്ള എക്സിറ്റ് പോൾ ഫലമാണ് LDFന് അനുകൂലമായി എത്തുന്നത്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ഇതുവരെയുള്ള സർവേ ഫലങ്ങളിൽ 91% ആക്യുറസി ഉണ്ടായിരുന്ന ഏജൻസിയാണ് മൈ ആക്സിസ്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 104 മുതൽ 120 സീറ്റുകൾ വരെ, 20 മുതൽ 36 സീറ്റുകൾ വരെ UDF, 2 സീറ്റുകൾ വരെ പരമാവധി നേടിയേക്കാം BJP. അതേഴ്സ് കാറ്റഗറിയിലും പരമാവധി 2 സീറ്റുകൾ നേടാമെന്നാണ് കണക്കുകൾ പറയുന്നത്. പോൾ ഓഫ് പോൾസിൽ കേരളത്തിലെ 2 ഏജൻസികളുടെ ഫലങ്ങളും പുറത്തു വരുമ്പോൾ, 3 ഏജൻസികളുടെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ റിപ്പബ്ലിക് TV 80 സീറ്റുകൾ, NDTV 76 സീറ്റുകൾ, ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 120 സീറ്റുകൾ, 140 സീറ്റുകളിൽ 120 സീറ്റുകൾ വരെ LDF നേടാമെന്ന LDF ക്യാമ്പുകളെ കോരിത്തെരിപ്പിക്കുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാത്തിരുന്ന നിർണായകമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ ഏജൻസികളും വിവിധ ചാനലുകളും നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പ്രേക്ഷകരിലേക്ക് സമാഹരിച്ചെത്തുന്നത്. അതിനിർണായകമായ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും വിശ്വാസയോഗ്യമായ ഏജൻസികളുടെ ഫലസൂചനകളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ LDF അവർ സ്വപ്നം കാണുന്നതിലും അധികമുള്ള സീറ്റുകൾ എക്സിറ്റ് പോൾ ഫലസൂചനയായി എത്തുന്നു. കണക്കുകൾ പ്രകാരം 120 സീറ്റുകൾ വരെ പരമാവധി LDF നേടാമെന്നും 47% വോട്ട് വിഹിതം നേടാമെന്നുമാണ് കണക്കുകൾ പറയുന്നത്. സർവേ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് പറയുന്ന കണക്കുകൾ പ്രകാരം 104 മുതൽ 120 വരെ സീറ്റുകൾ നേടാമെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നു. 20 മുതൽ 36 സീറ്റുകൾ വരെ UDF നേടും, 2 സീറ്റുകളിലേക്ക് BJP പരമാവധി, മറ്റുള്ളവർക്ക് 2 സീറ്റുകൾ എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള 45% ജനപിന്തുണ, 27% ഉമ്മൻചാണ്ടി, 5% E ശ്രീധരൻ എന്നാണ് കണക്കുകൾ പറയുന്നത്. 120%. രാജ്ദീപ് സന്ദേശായി ഈ സർവേ ഫലം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമാണ്. താൻ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചപ്പോൾ ഒരു LDF തരംഗം കാണാൻ സാധിച്ചില്ല, പക്ഷേ ഒരു പിണറായി തരംഗം കാണാൻ സാധിച്ചുവെന്നാണ്. ആക്സിസ് സർവേ ഫലങ്ങളുടെ സൂചനകൾ പ്രകാരം ആ കണക്കുകൾ പറയുന്നത് 45% പിന്തുണ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ട് എന്നാണ്. വിവിധ കാറ്റഗറിയിലുള്ള വിവിധ പ്രായങ്ങളിലുള്ളവരുടെയും പിന്തുണ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. NDTVയുടെ സർവേ ഫലം വരുമ്പോൾ 76 സീറ്റുകൾ LDF പരമാവധി നേടാം, 62 സീറ്റുകൾ കോൺഗ്രസ്, 2 സീറ്റുകൾ BJP എന്നാണ് കണക്കുകൾ ഇപ്പോൾ NDTVയുടെ കണക്കുകൾ പറയുന്നത്. 3 ഏജൻസികളാണ് ഇതുവരെ കേരളത്തിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്ന് NDTV, മറ്റൊന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ്, മൂന്നാമത്തത് റിപ്പബ്ലിക് TV CNX സർവേ. റിപ്പബ്ലിക് TV CNX സർവേ പ്രകാരം 80 സീറ്റുകൾ വരെ നേടാം. റിപ്പബ്ലിക് TV മാത്രമാണ് പരമാവധി 2 മുതൽ 5 സീറ്റുകൾ വരെ BJP നേടാം എന്ന കണക്കുകൂട്ടലിൽ BJPക്ക് ഒരു നേരിയ മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. എന്നാൽ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 47% പിന്തുണയോടുകൂടി LDF 104 മുതൽ 120 വരെ സീറ്റുകൾ നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതേസമയം BJPയുടെ വോട്ട് വിഹിതം 15-ൽ നിന്ന് 12-ലേക്ക് കുറയും, UDFന്റേത് 38%-ലേക്ക് ഒതുങ്ങുമെന്ന് പറയുന്നു. വിവിധ ഏജൻസികളുടെ ഫലസൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 140 സീറ്റുകളിൽ 120 സീറ്റുകൾ വരെ പരമാവധി
LDF നേടാമെന്നാണ് കണക്കുകൾ പറയുന്നത്. വിവിധ ഏജൻസികളുടെ ഫലസൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ വെസ്റ്റ് ബംഗാളിന്റെയും കേരളത്തിന്റെയും അസാമിന്റെയും തമിഴ്നാടിന്റെയും ആദ്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോഴുള്ള കണക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. കേരളത്തിലെ 3 ഏജൻസികളിൽ വെസ്റ്റ് ബംഗാളിലേക്ക് പോയാൽ ടൈംസ് നൗവിന്റെ കണക്ക് പ്രകാരം 158 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ തുടരും. 115 സീറ്റുകളിൽ BJP എത്തും. 35 സീറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്നത്. ഓർമ്മിക്കണം, 3 സീറ്റുകളിൽ നിന്ന് സീറ്റുകൾ മറിച്ചും ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചും CPM-ൽ നിന്നും BJP പിടിച്ചെടുത്ത സീറ്റുകളടക്കം 35 സീറ്റുകൾ ഉണ്ടായിരുന്നു. BJPക്കെങ്കിൽ 115 സീറ്റുകളായി ഉയരുമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. ലെഫ്റ്റിന്റെ പൊസിഷൻ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 19 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നാണ് ഇപ്പോൾ ടൈംസ് നൗവിന്റെ സർവേ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന് ഇനി വെസ്റ്റ് ബംഗാളിന്റെ മറ്റൊരു ഏജൻസി NDTVയുടെ കണക്ക് പ്രകാരം NDTVയും തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണ തുടർച്ച പ്രവചിക്കുന്നു. 156 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് തുടരുമെന്നാണ് NDTV സർവേ ഫലങ്ങൾ പറയുന്നത്. ലെഫ്റ്റ് 16 സീറ്റുകളിൽ ഒതുങ്ങുമ്പോൾ BJP നില മെച്ചപ്പെടുത്തി 123ലേക്ക് എത്തും. അതായത് റിപ്പബ്ലിക് TV, ടൈംസ് നൗ, NDTV, ഇതിൽ റിപ്പബ്ലിക് TV മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണ തുടർച്ച പ്രവചിക്കാത്തത്. NDTV 156 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ച് ഭരണത്തിലെത്തും എന്നാണ് കണക്കുകൾ പറയുന്നത്. 292 സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് റിപ്പബ്ലിക് TV നോക്കൂ, റിപ്പബ്ലിക് TV മാത്രമാണ്, ഒരേ ഒരു ഏജൻസി മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് വരില്ലെന്നും BJPക്ക് നേരിയ എഡ്ജ് വെസ്റ്റ് ബംഗാളിൽ ഉണ്ടെന്നും പ്രവചിക്കുന്നത്. 126 മുതൽ 136 സീറ്റുകൾ വരെ തൃണമൂൽ കോൺഗ്രസ് നേടാൻ സാധ്യതയുള്ളപ്പോൾ 138 മുതൽ 148 സീറ്റുകൾ വരെ നേടി BJP ഭരണം പിടിച്ചെടുക്കും വെസ്റ്റ് ബംഗാളിൽ എന്നാണ് റിപ്പബ്ലിക് TV CNX സർവേ പറയുന്നത്. ആ സർവേ ഏജൻസിയും കേരളത്തിൽ LDFന്റെ ഭരണ തുടർച്ചയുണ്ട് എന്നാണ് പ്രവചിക്കുന്നത്. കേരളത്തിൽ 3 ഏജൻസികളിൽ ഒരു ഏജൻസി പോലും UDFന് സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നില്ല, നേരിയ സാധ്യത പോലും പ്രവചിക്കുന്നില്ല എന്നതാണ് കണക്കുകൾ പറയുന്നത്. അടുത്ത ഏജൻസിയുടെ സർവേ ഫലത്തിലേക്ക് നമ്മൾ പോയാൽ റിപ്പബ്ലിക് CNS സർവേ പ്രകാരം തമിഴ്നാട്ടിൽ DMK അധികാരത്തിലെത്തും. 160 മുതൽ 170 സീറ്റുകൾ വരെയായിരിക്കും സ്റ്റാലിൻ നേടുക. ഉദയസൂര്യന്റെ പ്രകാശം പരക്കും തമിഴ്നാട്ടിൽ. 160 മുതൽ 170 വരെ 58 മുതൽ 68 സീറ്റുകളിലേക്ക് ADMK ഒതുങ്ങുമെന്നും കണക്കുകൾ പറയുന്നു. AMK TV ദിനകരന്റെ AMKക്ക് 4 മുതൽ 6 വരെ സീറ്റുകൾ നേടും. അതേസമയം മക്കൾ നീതിമയം കമലഹാസന്റെ പാർട്ടി 0 to 2 2 സീറ്റുകൾ വരെ പരമാവധി വിജയിച്ചേക്കാനുള്ള സാധ്യതയുണ്ടെന്നും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ തരംഗമാകാനോ നിർണായക രാഷ്ട്രീയ ശക്തിയാകാനോ കമലഹാസന്റെ മക്കൾ നീതിമയ്യത്തിന് കഴിയില്ലെന്നും ദിനകരന് കഴിയില്ല എന്നുമാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. സ്റ്റാലിൻ വലിയ ഒറ്റക്കക്ഷിയായി മാറുമെന്നാണ് കണക്കുകൾ പറയുന്നത്. NDTV തമിഴ്നാട്ടിൽ 171 ഹ്യൂജ് മാർജിനാണ് സ്റ്റാലിന് കൊടുക്കുന്നത്. DMK 171 സീറ്റുകളിൽ അധികാരത്തിലേക്ക് എത്താൻ സാധ്യത. ADMK 58 സീറ്റുകളിൽ ഒതുങ്ങുമ്പോൾ AMKക്ക് കഴിഞ്ഞ ഏജൻസി പറയുന്നത് പോലെ 4 സീറ്റുകൾ എന്ന കണക്കാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. മറ്റുള്ളവർ 2 സീറ്റുകൾ, അത് കമലഹാസന്റെ മക്കൾ നീതിമയ്യം അടക്കമുള്ള പാർട്ടികൾ 2 സീറ്റുകൾ നേടിയേക്കാമെന്നും കണക്കുകൾ നമ്മളോട് പറയുന്നു. വിവിധ ഏജൻസികളുടെ സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, തമിഴ്നാട്ടിലൊരു ഭരണമാറ്റം, കേരളത്തിലൊരു ഭരണ തുടർച്ച, വെസ്റ്റ് ബംഗാളിൽ ഭരണ തുടർച്ച, ആസാമിൽ ഭരണ തുടർച്ച എന്നിങ്ങനെയാണ് നമുക്ക് ഒരൊറ്റ വാചകത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ആസാമിൽ എല്ലാ ഏജൻസികളും BJPയുടെ ഭരണ തുടർച്ച പ്രവചിക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ റിപ്പബ്ലിക് TV CNX ഒഴികെയുള്ള 5 ഏജൻസികളും പ്രവചിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണ തുടർച്ചയാണ്. ABP ന്യൂസിന്റെ സർവേ ഫലങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. വെസ്റ്റ് ബംഗാൾ എഗെയിൻ തൃണമൂൽ കോൺഗ്രസ് 152 മുതൽ 164 വരെ സീറ്റുകൾ നേടിയേക്കാമെന്ന് വെസ്റ്റ് ബംഗാളിന്റെ ഫലസൂചനകൾ പറയുന്നു. വെസ്റ്റ് ബംഗാളിന്റെ ഫലസൂചനകൾ ABP ന്യൂസ് സർവേ പ്രകാരം BJP 121 സീറ്റുകൾ വരെ പരമാവധി നേടാം. 109 മുതൽ 121 സീറ്റുകൾ വരെ നേടിയേക്കാമെന്ന് ABP ന്യൂസ് സർവേ പറയുന്നു. കോൺഗ്രസ് 25 സീറ്റുകളിൽ ഒതുങ്ങിയേക്കും. ലെഫ്റ്റ് പൊസിഷൻ വളരെ ആ അർത്ഥത്തിൽ വളരെ ദയനീയമായി ഒതുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും കണക്കുകൾ പറയുന്നു. ലെഫ്റ്റിന് ഒരു വലിയ സാധ്യത ഒരൊറ്റ ഏജൻസിയും പ്രവചിക്കുന്നില്ല വെസ്റ്റ് ബംഗാളിൽ. അതേസമയം റിപ്പബ്ലിക് TV ഒഴികെയുള്ള ബാക്കി എല്ലാ TVയും പ്രവചിക്കുന്നത്. ഇനി നമ്മൾ ABPയുടെ 4ാമത്തെ ഏജൻസിയുടെ സൂചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ABPയുടെ ഫലസൂചന എത്തുമ്പോൾ 42.8% ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ പ്രതീതിയാണ് ABP നൽകുന്നത്. 42.8% പിന്തുണ മാത്രം ലെഫ്റ്റിന്, 41.4% പിന്തുണ ABP സർവേ പ്രകാരം UDFന്, 13.7% BJP, മറ്റുള്ളവർ 2.1% എന്ന് പറയുമ്പോൾ നേരിയ മുൻതൂക്കം ABP സർവേയും LDFന് പ്രവചിക്കുന്നു. ഇനി അറിയേണ്ടത് സീറ്റുകൾ എത്ര മാത്രമെന്നുള്ളതാണ്. 140 സീറ്റുകളിൽ ABPയുടെ സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ again the result came. 71 മുതൽ 77 സീറ്റുകൾ വരെ പിണറായി വിജയൻ നേടി LDF അധികാരത്തിൽ തുടരുമെന്നാണ് ABP സർവേ പറയുന്നത്. 4 ഏജൻസികളും
LDF-ന് അധികാര തുടർച്ച പ്രവചിക്കുന്നു. 4 ദേശീയ മാധ്യമങ്ങളുടെ 4 ഏജൻസികളും LDF-ന് ഭരണ തുടർച്ച പ്രവചിക്കുന്നു. 71 മുതൽ 77 സീറ്റുകൾ വരെ നേടി LDF അധികാരത്തിൽ തുടരും. 62 മുതൽ 68 സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത്. BJP 0 മുതൽ 2 സീറ്റുകൾ വരെ എന്ന കണക്കിലേക്ക് ABP എത്തുന്നു. ABP പ്രവചിക്കുന്നു LDF, NDTV പ്രവചിക്കുന്നു LDF, റിപ്പബ്ലിക് TV പ്രവചിക്കുന്നു LDF, ടൈംസ് നൗ പ്രവചിക്കുന്നു LDF. 4 NDTV പ്രവചിക്കുന്നു LDF. NDTV, ഇന്ത്യ ടുഡേ, റിപ്പബ്ലിക് TV, ABP ഈ 4 ഏജൻസികളും കേരളത്തിൽ ഭരണ തുടർച്ച പ്രവചിക്കുന്നു. ഇതിൽ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്തേക്കുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 120 സീറ്റുകൾ വരെ 47% വോട്ട് വിഹിതത്തിൽ നേടാമെന്നാണ് കണക്കുകൾ പറയുന്നത്. 4 ഏജൻസികൾ കേരളത്തിൽ LDF-ന്റെ ഭരണ തുടർച്ച പ്രവചിക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഡേ ആണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി തുടരുമെന്ന് 5 ഏജൻസികളുടെ കണക്കുകൾ പറയുന്നു. വളരെ വേഗം വെസ്റ്റ് ബംഗാളിന്റെ കണക്കുകളിലേക്ക് പോയാൽ ടൈംസ് നൗ പ്രകാരം തൃണമൂൽ കോൺഗ്രസ് 158 സീറ്റുകൾ, റിപ്പബ്ലിക് TV മാത്രം 133 ഒതുക്കി. PMRQ 188 തൃണമൂൽ കോൺഗ്രസ്, ETG 169 തൃണമൂൽ കോൺഗ്രസ്, ABP 164 വരെ സീറ്റുകൾ നേടിയേക്കാം തൃണമൂൽ കോൺഗ്രസ്. ഒരൊറ്റ ഏജൻസി ഒഴികെ ബാക്കി എല്ലാ ഏജൻസികളും തമിഴ്നാട്ടിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണ തുടർച്ച പറയുന്നു. അടുത്ത കണക്കുകളിലേക്ക് നമ്മൾ എത്തിയാൽ പുതുച്ചേരിയിലും കണക്കുകൾ ABP-യുടെ സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പുതുച്ചേരിയിൽ BJP അധികാരത്തിലേക്ക് എന്നാണ് കണക്കുകൾ പറയുന്നത്. 24 സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം. ABP-യുടെ കേരളത്തിന്റെ സർവേ ഫലമാണ് പ്രേക്ഷകർ കാണുന്നത്. 71 മുതൽ 77 വരെ സീറ്റുകൾ നേടി കേരളത്തിൽ LDF തുടരുമെന്നാണ് ABP ന്യൂസ് സർവേ പറയുന്നത്. UDF പക്ഷേ കനത്ത പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് ABP ന്യൂസ് സർവേ പ്രകാരം. 68 സീറ്റുകൾ വരെ നേടിയേക്കാം. അതായത് ഭരണത്തിലേക്ക് എത്തേണ്ട 3 സീറ്റുകൾക്ക് താഴെ UDF അവരുടെ പോരാട്ടം അവസാനിപ്പിച്ചേക്കാമെന്നാണ് ABP ന്യൂസിന്റെ സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരുന്നത്. 71 മുതൽ 77 വരെ സീറ്റുകൾ LDF നേടുമ്പോൾ 62 മുതൽ 68 സീറ്റുകൾ വരെ 4 ഏജൻസികളുടെ ഫലസൂചനകളാണ്. പ്രേക്ഷകർക്ക് ഈ മുഴുവൻ ഏജൻസികളുടെയും റിസൾട്ട് പ്രേക്ഷകരിലേക്ക് നമ്മൾ വളരെ വേഗം ഒരിക്കൽ കൂടി എത്തിച്ചാൽ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 104 മുതൽ 120 സീറ്റുകൾ വരെ LDF-ന്, 20 മുതൽ 36 സീറ്റുകൾ വരെ UDF-ന്, 2 സീറ്റുകൾ വരെ BJP-ക്ക് നേടിയേക്കാമെന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ ഫലങ്ങൾ പറയുന്നത്. പോൾ ഓഫ് പോൾസിൽ റവല്യൂഷണറി റിസൾട്ടുമായി, ഒരു മിന്നും റിസൾട്ടുമായി ഇന്ത്യ ടുഡേയുടെ മൈ ആക്സിസ് സർവേ ഫലം എത്തുന്നു. NDTV കേരളത്തിൽ 76 സീറ്റുകളിൽ LDF നേടിയേക്കാം. 62 സീറ്റുകളിൽ UDF ഒതുങ്ങും. 2 സീറ്റുകൾ വരെ പരമാവധി BJP നേടിയേക്കാം. 3 ഏജൻസികളും പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ LDF. 4ാമത്തെ ഏജൻസി റിപ്പബ്ലിക് TV CNX പ്രകാരം LDF 72 മുതൽ 80 സീറ്റുകൾ വരെ നേടിയേക്കാം. UDF 58 മുതൽ 64 വരെ സീറ്റുകൾ നേടിയേക്കാം. 1 മുതൽ 5 വരെ സീറ്റുകൾ നേടിയേക്കാം. 24 അടക്കം നടത്തിയ പ്രീപോൾ സർവേയിലെ വലിയ സർവേ സാമ്പിൾ സൈസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സർവേ ഫലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഫലസൂചനയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത്. ABP ന്യൂസ് സർവേ പ്രകാരം 77 വരെ സീറ്റുകൾ, 62 മുതൽ 68 സീറ്റുകൾ വരെ UDF എന്താണ് കണക്കുകൾ. നമ്മുടെ അതിഥികളിലേക്ക് കൂടി നമ്മൾ വളരെ വേഗം പോയാൽ അതിഥികളായി നമുക്കൊപ്പം CPM നേതാവ് K അനിൽകുമാറും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം BJP പ്രതിനിധി PR ശിവശങ്കറും നമുക്കൊപ്പമുണ്ട്. വളരെ വേഗം മറ്റ് ഏജൻസികളുടെ ഫലസൂചനകളും ഞാൻ പ്രേക്ഷകരിലേക്ക് 24-ന്റെ സ്ക്രീനിൽ വളരെ വേഗം പ്രേക്ഷകർക്ക് എത്തിക്കുകയും ചെയ്യാം. നിർണായകമായ തിരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ, കൃത്യമായ ഫലസൂചനകളിലേക്ക് എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് പോൾ ഡേയിൽ LDF-ന് മുൻതൂക്കം പ്രവചിച്ച് 4 ദേശീയ ഏജൻസികളുടെ സർവേ ഫലങ്ങളും ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഇനി എത്താനുള്ള 2 ഏജൻസികളുടെ ഫലസൂചനകൾ കൂടി പ്രേക്ഷകരിലേക്ക് വളരെ വേഗം എത്തിക്കാം. വെസ്റ്റ് ബംഗാളിൽ ഭരണ തുടർച്ച, തമിഴ്നാട്ടിൽ ഭരണമാറ്റം, ആസാമിൽ ഭരണ തുടർച്ച BJP-ക്ക്, കേരളത്തിൽ LDF-ന് ഭരണ തുടർച്ച എന്നിങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ. വളരെ വേഗം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിയാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ 120 വരെ സീറ്റുകൾ നേടിയേക്കാമെന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രവചനം. രാഹുൽ, എന്ത് സംഭവിക്കും? എന്താണ് രാഹുലിന്റെ പ്രതീക്ഷ? ഏറ്റവും ടൈറ്റ് ഫൈറ്റ് പ്രവചിച്ചിരിക്കുന്ന ഏജൻസി ABP ആണ്. 68 സീറ്റുകൾ വരെ നിങ്ങൾ നേടിയേക്കാമെന്നാണ് ABP പറയുന്നത്. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പിലെ UDF ക്യാമ്പിലെ കണക്ക് കൂട്ടൽ എത്രയാണ്? ഡോക്ടർ, ഇനിയും ഏതെങ്കിലും ഒരു സർവേ കേരളത്തിലടക്കം നടക്കുന്ന ഏതെങ്കിലും സർവേയോ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നതായോ സർവേയോ അത്തരം സർവേകളുടെ ഒന്നും കണക്കിനെ അവരെ ഒന്നും നിരാകരിക്കുന്നില്ല. അവരോടൊന്നും ഒരു ബഹുമാനക്കുറമോ അല്ലെങ്കിൽ അവരോടൊന്നും താല്പര്യമില്ലായ്മയോ വിരോധമോ ഇല്ല. പക്ഷേ അത്തരം സർവേകളുടെ പിന്നാലെ പായുന്ന ഒരു രീതി, ഒരു രാഷ്ട്രീയ ശൈലി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഒരു സർവേയും എക്സിറ്റ് പോളുകളെയും ഒന്നും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതല്ലല്ലോ നിങ്ങളുടെ ഈ ഏറ്റവും വലിയ സാമ്പിൾ സൈസ് എന്ന് പറയുന്ന സർവേകൾ, ആ ഏറ്റവും വലിയ സാമ്പിൾ സൈസ് എന്ന് പറയുന്ന സർവേകളുടെ പോലും സാമ്പിളിൽ എടുക്കുന്ന പരമാവധി നമ്പർ ഒരു ബൂത്തിൽ ഒരാൾ വെച്ചാണ്.
അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 1.5 ആൾ എന്നുള്ള ശരാശരി പറയുമ്പോൾ, അപ്പോൾ അതിനപ്പുറമുള്ള സാമ്പിൾ സൈസ് ഒന്നും ഒരു സർവേ ടീമും ഏജൻസിയും എടുക്കുന്നില്ല. അപ്പം 1000-ഓളം വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ ഒരാളുടെ അഭിപ്രായം കൊണ്ട് അത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായോ നെഗറ്റീവായോ സ്വാധീനിക്കുന്ന ഒരു എലമെന്റ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. 1. 2, ഈ എക്സിറ്റ് പോളുകളിൽ ചില എക്സിറ്റ് പോളുകളെങ്കിലും, എക്സിറ്റ് പോളിന്റെ തന്നെ ഒരു ശൈലി എങ്ങനെയാണ്, അതിൻ്റെ ഒരു ശാസ്ത്രീയത, നമ്മൾ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിൽ പോയിട്ട് ആ ശാസ്ത്രീയതയിൽ തന്നെ ഒരു കഴമ്പുമില്ല കേട്ടോ. അപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിൽ പോകുന്നു, വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ആളുകളോട് ചോദിച്ച് നിങ്ങൾ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയെന്ന് ചോദിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നതാണല്ലോ എക്സിറ്റ് പോളുകൾ. അപ്പോൾ ഇവിടെ ചില ഏജൻസികൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 2-3 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ എക്സിറ്റ് പോളുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന പദത്തിനോട് പോലും യോജിക്കുന്ന ശാസ്ത്രീയതയല്ല അത് എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എല്ലാവർക്കും അവരുടെ ഇത്തരത്തിലുള്ള സർവേകൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ തുടക്കം തൊട്ട് വെച്ച് പുലർത്തുന്ന സമീപനം തന്നെ ഏതെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഞങ്ങൾക്ക് അനുകൂലമായാൽ പ്രത്യേകിച്ച് സന്തോഷമില്ല, ഏതെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഞങ്ങൾക്ക് എതിരായാൽ അതിനകത്ത് യാതൊരു വിധമായ പ്രയാസവുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങളെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പോൾ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഇതിനെ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ചില സമയങ്ങളിലൊക്കെ മതങ്ങൾ പോലും അതിനകത്ത് ഇൻഫ്ലുവൻസിങ് ഒരു ഫാക്ടറായിട്ട് വരും. ഈ ഇറങ്ങി വരുന്ന സാമ്പിൾ സൈസിൽപ്പെട്ട ഒരാളുണ്ടല്ലോ, ആ ഒരാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾ മാത്രമായിരിക്കും. അപ്പോൾ ആ ബൂത്തിലെ മറ്റു കമ്മ്യൂണിറ്റികളുടെ വികാരം അവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ആളുടെ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു രാഷ്ട്രീയം അവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അപ്പോൾ വോട്ട് ചെയ്യുവാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ തന്നെ there is a politics. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും രാഷ്ട്രീയമുണ്ട്. ജനാധിപത്യത്തിൽ ഭാഗമാകാതെ പ്രതിഷേധിച്ച് മാറി നിൽക്കുന്ന ആളുകൾക്കും രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഇതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്സിന് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സാമ്പിൾ സൈസും വളരെയേറെ പൊളിറ്റിക്കൽ വന്നിരിക്കുന്ന 4 ഏജൻസികളും NDTV, ഒപ്പം തന്നെ റിപ്പബ്ലിക് TV, ABP, ഇന്ത്യ ടുഡേ, ഈ 4 ഏജൻസികളിലും ഒരു ഏജൻസി പോലും UDF മുൻതൂക്കം പറയുന്നില്ലെന്ന് മാത്രവുമല്ല, ഈ ഏജൻസികളുടെ എല്ലാം സർവേ ഫലങ്ങളിൽ പിണറായി വിജയൻ തൊട്ടടുത്ത UDF സ്ഥാനാർത്ഥിയേക്കാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരട്ടിയോളം വോട്ട് ശതമാനത്തിന്റെ വ്യത്യാസത്തിൽ മുന്നിലുമാണ്. പിണറായി വേവ് ആയിരിക്കുമോ LDFനെ ആ അർത്ഥത്തിൽ തുണയ്ക്കുക? പിണറായിയുടെ ഒരു ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഇപ്പോൾ താങ്കൾ പറഞ്ഞ സർവേകളുടെയൊക്കെ വിപരീതമായിരിക്കും ചിലപ്പം സംഭവിക്കാൻ പോകുന്നത്. ഞാനൊരു കാര്യം എനിക്കൊരല്പസമയം തരാമെങ്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ ഈ സർവേകൾക്ക് ചില രാഷ്ട്രീയവും ചില ബിസിനസ് താല്പര്യങ്ങളുമുണ്ട്. ഇതെല്ലാം നമ്മുടെ റേറ്റിങ്ങിനെയും അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ ചില കച്ചവട താല്പര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം ഡോക്ടറോട്. ഇപ്പോൾ കേരളത്തിലെ പൊതുബോധം എന്ന് പറയുന്നത് നമ്മളൊക്കെ ധാരാളം ആളുകളോട് ഇടപഴകുന്ന ആളുകളാണല്ലോ. ഇപ്പം നിങ്ങളൊക്കെ പ്രീ പോൾ സർവേ നടത്തിയപ്പോൾ നൽകിയിരുന്ന ടംബിംഗ് മെജോറിറ്റിയിൽ നിന്ന് പോളിംഗിന് ശേഷം ഇഞ്ചോടിഞ്ച് മത്സരം എന്നൊക്കെ പല ചാനലുകൾക്കും തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. മലയാളത്തിൽ സംസാരിക്കുന്ന പല ചാനലുകൾക്കും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് പുറകോട്ട് വന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 24-നെ മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളെയാണ്, ഇന്ത്യയിലെ മാധ്യമങ്ങളെയാണ്. അപ്പോൾ അതിനകത്തൊരു മാറ്റമുണ്ടായി. ഇനി ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ പൊതുബോധം ഇപ്പോൾ UDF ഗവൺമെന്റ് വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഞാനൊരു രാഷ്ട്രീയം പറയാം, ഇതിനകത്തൊരു കച്ചവട താല്പര്യം ഞാൻ പറയാം. ഇപ്പൊ പുതുപ്പള്ളിയിലെ ഒരു റിസൾട്ടിന്റെ ലിങ്ക് വരികയാണെന്ന് വിചാരിച്ചു. പുതുപ്പള്ളിയിലെ റിസൾട്ടിന്റെ ലിങ്ക് ഇങ്ങനെയാണ്: പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു ലിങ്ക് വരുന്നു. മറ്റൊരു ലിങ്ക് വരുന്നു, പുതുപ്പള്ളിയിൽ ജെയ്ക് സി തോമസോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ കാണുവാനേറെ കൗതുകമുള്ളത് പുതുപ്പള്ളിയിൽ ജെയ്ക് സി തോമസോ എന്നുള്ളതാണ്. മറ്റേത് ഒബ്വിയസ് ആണ്, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ ഒബ്വിയസ് ആണ്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ആർക്കും വായിക്കുവാൻ താല്പര്യമില്ല. പക്ഷേ പുതുപ്പള്ളിയിൽ ജെയ്ക് സി തോമസ് എന്ന് പറയുന്നത് ഒബ്വിയസ് ആയതിന് നേർ വിപരീതമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വായിക്കുവാൻ താല്പര്യമുണ്ടായിരിക്കും. കേരളത്തിൽ രമേശ് ചെന്നിത്തലയോ എന്നൊരു ചോദ്യമല്ലേ ചോദിക്കേണ്ടിയിരുന്നത്? കൂടുതൽ ആളുകൾ കാണുമായിരുന്നല്ലോ. അല്ലല്ലോ, ഒരിക്കലുമല്ല. അതൊക്കെ ഡോക്ടറിന്റെ തെറ്റിദ്ധാരണകളാണ്. കേരളത്തിൽ നമ്മളെല്ലാവരും ഇറങ്ങി, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങളും ഇറങ്ങി, ഞാനും ഇറങ്ങി, നമ്മളെല്ലാം പൊതുജനങ്ങളെ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾക്കാണ്. ഞാൻ പറഞ്ഞു വന്നൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ കേരളത്തിന്റെ പൊതുബോധം UDFനോടൊപ്പമാണ്. അപ്പോൾ ഇലക്ഷന്റെ തലേ ദിവസം ആളുകൾക്ക് കൂടുതൽ കാണണമെങ്കിൽ ഒന്ന്, ആ പൊതുബോധത്തിനെതിരായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകണം. 1. 2, ഇനി മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ചിലർക്കെങ്കിലും ചില രാഷ്ട്രീയമുണ്ട്. ഇല്ലെന്നൊന്നും ഡോക്ടർ എത്ര നിരാകരിച്ചാലും ഞാൻ അംഗീകരിച്ച് തരുവാൻ പോകുന്നില്ല. പോകട്ടെ, അത് ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയമാണ്. പക്ഷേ ആർക്കും രാഷ്ട്രീയമാകാം. ഈ ലോകത്ത് ന്യായാധിപന്മാർക്ക് വരെ രാഷ്ട്രീയമാകാം. പക്ഷെ അവർ ചെയ്യുന്ന തൊഴിലിൽ അത് റിഫ്ലക്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് കഴിഞ്ഞ
അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2011 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അത് UDF ജയിച്ച് വന്ന അസംബ്ലിയാണ്. അതായത് അതിനു മുമ്പുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരിന് ഏതാണ്ട് 96ഓളം സീറ്റുകൾ ലഭിച്ചു. അതിനുശേഷം ആ സർക്കാർ മാറി UDF ഗവൺമെന്റ് വരികയാണ്. പക്ഷേ തലേ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന മാധ്യമങ്ങളുടെ ഒരു ഹൈപ്പുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം ജയിച്ചിട്ട് അതിന്റെ സന്തോഷത്തിലും ആഘോഷത്തിലും വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്, അപ്പൊ ചോദിക്കേണ്ട ന്യായമായ ചോദ്യം, VSന്റെ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സർക്കാരിനെ മറിച്ചിട്ട് UDF അധികാരത്തിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നതല്ലായിരുന്നു ചോദ്യം, മാധ്യമങ്ങളുടെ ചോദ്യം. എന്തുകൊണ്ടാണ് UDFന് ഇങ്ങനെ നിറം കെട്ടുപോയ ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്? അതൊരു രാഷ്ട്രീയമാണ് മാധ്യമ പ്രവർത്തകരുടേതായ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ നാളെ ഡൽഹിയിലിരിക്കുന്ന ഈ അർണബ് ഗോസ്വാമിക്കും ഈ ഇന്ത്യ ടുഡേയിലെ രാജ്ദീപിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു BJP വിരുദ്ധ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് താങ്കൾക്ക് CPMന്റെ അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടെന്നും NDTVയുടെ കാര്യം പറയാമെങ്കിലും ഈ അർണബിന്റെ ചാനൽ പോലും ആ അർത്ഥത്തിൽ 77 സീറ്റുകൾ വരെ 72 മുതൽ 80 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. നമുക്കറിയാത്ത ABP ചാനൽ പോലും LDFന് ആ അർത്ഥത്തിലൊരു വലിയ എഡ്ജാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അതാണ് രാഹുൽ, ഇതിൽ ഏതെങ്കിലും ചാനൽ നടത്തുന്ന വ്യക്തികളുടെയോ രാഷ്ട്രീയമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രവചിക്കുന്നതെങ്കിൽ 2 ദിവസം കൊണ്ട് അതൊക്കെ തകർന്നു പോകുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ചാനൽ എഡിറ്റർമാർ അതിന് മുന്നിട്ടിറങ്ങുമോ? സ്വന്തം വിശ്വാസ്യത കളഞ്ഞു കുളിച്ചുകൊണ്ട് 2 ദിവസത്തെ ഈ ഒരു ദിവസത്തെ മുന്നിലുള്ള 2 മണിക്കൂറിലെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ചാനലിലെ എഡിറ്റർമാർ ശ്രമിക്കാൻ സാധ്യതയുണ്ടോ? എനിക്കൊന്നും അതിനേക്കാൾ അപ്പുറത്തേക്ക് UDF ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം പ്രതീക്ഷിച്ചത് ഇപ്പോൾ ലഭ്യമാവുന്നില്ല എന്നതാണ് ഈ ഇലക്ഷന്റെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ നമുക്ക് കാണാം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അതിന് സ്വാഭാവികമാണ്, റിസൾട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ചാനലിനെ ചീത്ത പറയും. പക്ഷേ ഇത് 4 ഏജൻസികളും LDFന്റെ വലിയ മുൻതൂക്കമാണ് പ്രവചിക്കുന്നത്. അല്ല ഡോക്ടറെ, ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ദേശീയ മാധ്യമങ്ങളിൽ ഏതാണ് പ്രോ കോൺഗ്രസ് ആയിട്ടുള്ളത്? ദേശീയ മാധ്യമങ്ങളെ നമ്മൾ പൊതുവായി വിളിക്കുന്നത്, താങ്കളുടെ പോലും മനസ്സിൽ ഈ മാധ്യമ പ്രവർത്തകന്റെ കോട്ടഴിച്ചു വെച്ചിട്ട് സാധാരണ പൗരബോധമുള്ള ഒരു പൗരനായി ചിന്തിക്കുമ്പോൾ താങ്കൾ പോലും വിളിക്കുവാൻ ആഗ്രഹിക്കുക ഗോദി മീഡിയ എന്നായിരിക്കും. അപ്പോൾ ഈ BJPയുടെയും അതുപോലെ തന്നെ BJP അനുകൂല മാധ്യമങ്ങളുടെയും നിലവിലെ ഈ തെരഞ്ഞെടുപ്പിലെ താല്പര്യം എന്താണ്? കേരളത്തിൽ ഏത് ഗവൺമെന്റ് ഉണ്ടാകണം എന്നാണ്. അതായത് അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ അതിനുശേഷം 2-3 വർഷത്തിനപ്പുറം ഉണ്ടാകാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ BJP വേഴ്സസ് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റെങ്കിലും കുറഞ്ഞു കിട്ടുന്നതിനകത്ത് കേരളത്തിലെ CPMനേക്കാൾ കൂടുതൽ ആശ്വാസമുള്ളത് BJPക്കാണ്. അപ്പൊ അതുകൊണ്ട് BJP അനുകൂല മാധ്യമങ്ങളിൽ നിന്നും ഞങ്ങൾ മറിച്ചൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നില്ല. 1. 2, താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ ക്രെഡിബിലിറ്റി പോകില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഏത് മാധ്യമങ്ങളുടെയാണ് എക്സിറ്റ് പോളിന് ശേഷം ക്രെഡിബിലിറ്റി കേരളത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്? ആ ഓഡിറ്റ് ചെയ്യപ്പെടാത്തതിന്റെ ലൈസൻസിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ എക്സിറ്റ് പോളിനും അതുപോലെ സർവേക്കും ശേഷം ജയിക്കുമെന്ന് ഉറപ്പിച്ച് പാട്ട് വരെ തയ്യാറാക്കി വെച്ചിരുന്ന സുഹൃത്ത് എനിക്കുണ്ട് ഇടതുപക്ഷത്ത്. ആ സുഹൃത്തിനോട് ആ പാട്ടിന്റെ കാശെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുക്കുവാൻ തയ്യാറായോ? എന്തെങ്കിലും തരത്തിലുള്ള ഓഡിറ്റ് കേരളത്തിലുണ്ടായോ? ഇത് ഓഡിറ്റ് ചെയ്യപ്പെടത്തില്ല എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പിന്മേലാണ് ഈ കച്ചവടം നടക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം രാഹുലിലേക്ക്. നമുക്കൊപ്പം K അനിൽകുമാർ കൂടി ഒപ്പം ചേരുന്നു, CPM നേതാവ്. ഞാൻ അനിൽകുമാറിലേക്ക് വരാം. അനിൽകുമാർ, ഈ കണക്കുകൾ കാണുമ്പോൾ അങ്ങയുടെ മുഖത്ത് തെളിയുന്ന ആ സന്തോഷം, പ്രകാശം പരത്തുന്ന മുഖമായിട്ടാണ് താങ്കൾ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേയുടെ ഫലം കണ്ടിട്ട് പല LDF നേതാക്കളും പ്രവർത്തകരും ഒക്കെ ബോധം കെട്ടുപോകുന്നൊരു സാഹചര്യമാണ്. 120 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരിക്കുന്നത്. ബാക്കി 20 സീറ്റുകളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് 120-ൽ നിർത്തി എന്നാണ് കോൺഗ്രസിലെ പല ആളുകളും ട്രോൾ ചെയ്യുന്നത്. ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. 4 ഏജൻസികളും ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് LDFന്റെ തുടർഭരണമാണ്. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, DMK, ആസാമിൽ സോനോവാൾ തുടരും, BJP എന്നിങ്ങനെയാണ് വിവിധ ഏജൻസികളുടെ ഫലസൂചനകൾ വരുന്നത്. പോൾ ഓഫ് പോൾസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പോൾ ഓഫ് പോൾസിൽ കേരളത്തിന്റെ വിവിധ ഏജൻസികളുടെ സർവേ ഫലങ്ങൾ വളരെ വേഗം 24ന്റെ സ്ക്രീനിൽ ഒരിക്കൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഞാൻ അതിഥികളിലേക്ക് പോകുന്നു. വളരെ നിർണായകമായ കേരള തിരഞ്ഞെടുപ്പിന്റെയും 5 സംസ്ഥാനങ്ങളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഭരണ തുടർച്ച, കേരളത്തിൽ ഭരണ തുടർച്ച, അസാമിൽ ഭരണം തുടർച്ച എന്നിങ്ങനെയാണ് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഭരണത്തിന്റെ മാറ്റത്തിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ ഏജൻസികളും കേരളത്തിൽ LDFന് ഭരണ തുടർച്ച പ്രവചിക്കുന്നു. NDTV 76 സീറ്റുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ 120 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. റിപ്പബ്ലിക് TV 80 സീറ്റുകൾ വരെ പരമാവധി LDF നേടി അധികാരത്തിലെത്താമെന്ന് പറയുന്നു. ABP സർവേ പ്രകാരവും 76 സീറ്റുകൾ വരെ നേടാമെന്നാണ് കണക്കുകൾ പറയുന്നത്. വളരെ വേഗം 24ന്റെ സ്ക്രീനിലേക്ക് നമ്മൾ ഇതുവരെയുള്ള വിവിധ ഏജൻസികളുടെ വിവിധ ഫലസൂചനകൾ വളരെ വേഗം എത്തിക്കാം. അതിനുശേഷം ഞാൻ അതിഥികളിലേക്ക് പോകാം. പോൾ ഓഫ് പോൾസ് പ്രകാരം റിപ്പബ്ലിക് TV CNX 72 മുതൽ
മുതൽ 80 സീറ്റുകൾ വരെ LDF നേടാം. 58 മുതൽ 64 സീറ്റുകൾ വരെ UDF, 1 മുതൽ 5 സീറ്റുകൾ വരെ NDA എന്നാണ് കണക്ക്. വിവിധ ഏജൻസികളുടെ പോസ്റ്റ് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. NDTV 76 സീറ്റുകൾ വരെ LDF, 62 സീറ്റുകളിൽ കോൺഗ്രസ് UDF, 2 സീറ്റുകൾ BJP, അതേഴ്സ് 0 എന്നിങ്ങനെയാണ് NDTVയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. മറ്റ് ഏജൻസി ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ഈ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം LDFന് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയാണ്. 104 മുതൽ 120 സീറ്റുകൾ വരെ LDF നേടാമെന്നും 20 മുതൽ 36 വരെ സീറ്റുകൾ UDF നേടാമെന്നും 2 സീറ്റുകളിൽ പരമാവധി BJPക്ക് സാധ്യത, 2 സീറ്റുകൾ അതേഴ്സ് എന്ന കാറ്റഗറിയാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രവചിക്കുന്നത്. ABP ന്യൂസ് സർവേ പ്രകാരം 71 മുതൽ 77 സീറ്റുകൾ വരെ LDF നേടുമ്പോൾ 62 മുതൽ 68 സീറ്റുകളിൽ UDFും 2 സീറ്റുകൾ വരെ പരമാവധി BJPയും മറ്റുള്ളവർ ഒരു വോട്ടും സ്കോർ ചെയ്യില്ല. അതായത് PC ജോർജും 2020 അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കില്ല എന്നാണ് ABP ന്യൂസ് സർവേ പറയുന്നത്. 71 മുതൽ 77 വരെ എന്നാണ്. കേരളത്തിലെ 4 ഏജൻസികൾ കേരളത്തിന്റെ ഫലസൂചനകൾ പുറത്തേക്ക് വിടുന്ന കണക്കുകളാണ് പ്രേക്ഷകർ കണ്ടത്. വെസ്റ്റ് ബംഗാളിൽ അതിവേഗം പോയാൽ റിപ്പബ്ലിക് TV CNX പ്രവചിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് അവിടെ പരാജയം അറിയും, തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകും, BJP അധികാരത്തിലെത്തുമെന്ന് റിപ്പബ്ലിക് TV CNX സർവേ. 138 മുതൽ 148 സീറ്റുകൾ വരെ BJP നേടുമെന്നാണ് റിപ്പബ്ലിക് TV CNX സർവേ പറയുന്നത്. ഒരേ ഒരു ഏജൻസി മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിൽ BJP അധികാരത്തിലെത്തും, തൃണമൂൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി വെസ്റ്റ് ബംഗാളിൽ എന്ന് പറയുന്നത്. ടൈംസ് നൗ എന്നാൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ തുടരുമെന്നും 158 സീറ്റുകൾ നേടുമെന്നും BJP 115 സീറ്റുകൾ വരെ പരമാവധി നേടിയേക്കാമെന്നും 19 സീറ്റുകൾ ലെഫ്റ്റ് നേടിയേക്കാമെന്നുമാണ് കണക്കുകൾ പറയുന്നത്. മറ്റ് ഏജൻസിയിലേക്ക് പോയാൽ വെസ്റ്റ് ബംഗാളിൽ ഒരേ ഒരു ഏജൻസി മാത്രമേ BJP അധികാരത്തിലെത്തുമെന്ന് പറയുന്നുള്ളൂ, അത് റിപ്പബ്ലിക് TV ആണ്. പക്ഷേ ആ റിപ്പബ്ലിക് TV പോലും കേരളത്തിൽ LDF തുടരുമെന്നാണ് പറയുന്നത്. NDTV തൃണമൂൽ കോൺഗ്രസ് 156 സീറ്റുകൾ നേടാമെന്നും 123 സീറ്റുകളുമായി തൊട്ടുപിന്നിൽ BJP ഫിനിഷ് ചെയ്യാമെന്നും 16 സീറ്റുകൾ ലെഫ്റ്റ് നേടിയേക്കാമെന്നുമാണ് NDTVയുടെ വെസ്റ്റ് ബംഗാൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. വിവിധ ഏജൻസികളുടെ ഫലസൂചനകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നേരമാണ്. എക്സിറ്റ് പോൾ ഡേയിൽ ABP ന്യൂസിന്റെ വെസ്റ്റ് ബംഗാൾ റിസൾട്ട് നോക്കൂ. 164 സീറ്റുകൾ വരെ പരമാവധി തൃണമൂൽ കോൺഗ്രസ് നേടിയേക്കാം. 121 BJP ഫിനിഷ് ചെയ്യും. പരമാവധി 25 സീറ്റുകൾ വരെ നേടിയേക്കാം കോൺഗ്രസ് LDF സഖ്യം എന്നാണ് ABP ന്യൂസ് സർവേ പറയുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏജൻസികളുടെ വ്യത്യസ്ത സൂചനകൾ വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ്. റിപ്പബ്ലിക് TV CNX ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ഏജൻസികളും വെസ്റ്റ് ബംഗാളിൽ BJP അല്ല തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കും അധികാരത്തിലെത്തുക എന്ന് പ്രവചിക്കുമ്പോൾ റിപ്പബ്ലിക് TV മാത്രം വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അല്ല BJP എത്തുമെന്ന് പ്രവചിക്കുന്നു. ആസാമിൽ BJP തുടരുമെന്നാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന 3 ഏജൻസി ഫലങ്ങളും പറയുന്നത്. അതേസമയം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അധികാരത്തിലേക്ക് എത്തുമെന്നും ADMKയുടെ കാലം അവസാനിച്ചുവെന്നുമാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഞാൻ വളരെ വേഗം നമ്മുടെ അതിഥികളിലേക്ക് തിരിച്ചു വന്നാൽ CPM നേതാവ് K അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. അനിൽകുമാർ, സന്തോഷമായില്ലേ എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കേണ്ടതെങ്കിലും ചില ഏജൻസികളുടെ സർവേ ഫലങ്ങളെങ്കിലും ഒരു ശക്തമായ പോരാട്ടം UDF കാഴ്ചവെക്കുന്നുവെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ സർവേകളെ ആശ്രയിക്കാവുന്നത് എത്രത്തോളമുണ്ട് എന്ന ചോദ്യമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. 2 ദിവസം കഴിഞ്ഞാൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടവരടക്കം ഇളിഭ്യരാവുന്ന ഒരു റിസൾട്ടാണ് നമ്മളുടെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വോട്ടായി മാറി ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ എത്താൻ പോകുന്ന പെട്ടികളിലുള്ളത് എന്നാണ് രാഹുൽ പറഞ്ഞത്. കേരളത്തിലെ UDFന് ഏറ്റവും വലിയ വിജയമുണ്ടായ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ തന്നെ വിലയിരുത്തിയൊരു കാര്യം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. കേരളം കണ്ട പല ഗവൺമെൻറ്റുകളിലും വെച്ച് വികസന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ. 2, ചരിത്രത്തിലെ ഏറ്റവും വലിയ ആപത്തുകൾ വന്നപ്പോൾ ആ ആപത്തുകളെ പകച്ചു നിൽക്കാതെ അത് അവസരങ്ങളാക്കി മാറ്റി ജനങ്ങളുടെ മുന്നിൽ ഡെലിവറി ചെയ്യുക, ഭരണ മികവ് കാണിച്ചു കൊടുക്കുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന മാതൃകാപരമായ നടപടി ഈ സർക്കാർ എടുത്തു. ഇതിൻ്റെ എല്ലാം ഫലമായി ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടത് LDFൻ്റെ ജനപിന്തുണയാണ്. അത് യാദൃച്ഛികമല്ല എന്നും 1-2 മണ്ഡലങ്ങളിൽ മാത്രം നിൽക്കുന്നതല്ല എന്നും കേരളമാകെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കണ്ടത് 100ഓളം മണ്ഡലങ്ങളിൽ 101 മണ്ഡലങ്ങളിൽ LDFന് മുൻകൈയുണ്ട് എന്നാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം ഓർക്കണം. സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഏറ്റവും നീചമായ മ്ലേച്ഛമായ ആളുകളുടെ മുന്നിൽ തലകുനിക്കാൻ ഇടവരുന്ന കള്ളപ്രചരണങ്ങൾ LDFനെതിരെ നടത്തുകയും ആ പ്രചരണങ്ങളൊക്കെ ശരിയാണ് എന്ന പൗരമണ്ഡലത്തിലെ കുറച്ച് ആളുകളുടെ മനസ്സിൽ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്ത കാലത്താണ് 101 സീറ്റിൻ്റെ കണ്ടം ജിപ്പിക്കുന്ന മുന്നേറ്റം LDFനുണ്ടായി എന്നത് കാണുന്നത്. അതെല്ലാം പൊള്ളയാണ് എന്ന് വീണ്ടും തിരിച്ചറിയാൻ ജനങ്ങൾക്ക് അവസരം കിട്ടിയ ശേഷം
ജനങ്ങൾ വിധി എഴുതിയപ്പോൾ LDF ഓടുന്ന് മുന്നോട്ട് പോയി എന്ന് കാണുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, മുന്നണികളുടെ ബലാബലം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 1980 ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നണിയാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ബലാബലത്തിൻ്റെ രണ്ടാമത്തെ ഘടകം. ഭരണ മികവ് വോട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചത് പോസിറ്റീവ് വോട്ടാണ്. ഈ സർക്കാരിൻ്റെ മികവിനുള്ള വോട്ടാണ്. ആർക്കെങ്കിലും എതിരെ ഞങ്ങളെ ജയിപ്പിക്കണമെന്നല്ല. സർക്കാരിൻ്റെ ഭരണ തുടർച്ച എന്ന് പറഞ്ഞാൽ നല്ല ഭരണമാണ്, അത് തുടരട്ടെ, ക്ഷേമം തുടരട്ടെ, വികസനം തുടരട്ടെ, മതനിരപേക്ഷ ജീവിതം, കേരളത്തിലെ സ്വസ്ഥ ജീവിതം തുടരട്ടെ. ഇതാണ് പിണറായി സർക്കാർ തുടരട്ടെ എന്ന് പറയുന്നത്. അത് ക്യാപ്റ്റൻ സഖാവ് പിണറായിയുടെ പേരും പ്രവൃത്തിയും ആ ഗവൺമെൻറ് നേട്ടങ്ങളുമെല്ലാം തലയുയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ നാട്ടിലെ ബഹുജനങ്ങളോട് ചോദിച്ചത്. അത് ശരിയാണ്, അത് അഭിമാനകരമാണ് എന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം എന്ന് പറയുന്നത് മുന്നണിയുടെ ഐക്യവും അതുപോലെ തന്നെ മുന്നണിയുടെ വിപുലീകരണവുമാണ്. കേരള ചരിത്രത്തിൽ നോക്കിയാൽ 1967 സപ്തകക്ഷി മുന്നണി വന്ന കാലത്താണ് 111 സീറ്റുകളിൽ 67 ഇടതുപക്ഷത്തിന് VMS നമ്പൂതിരിപ്പാടിന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വലിയ ഭൂരിപക്ഷം കിട്ടിയത്. പിന്നീട് അതേ വേവ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരായി വിധി എഴുതിയ കാലത്താണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി അന്ന് വലിയ ഭൂരിപക്ഷം നേടിയത്. 111 സീറ്റിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി 1977 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വന്നത്. അത് അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി മലയാളിയുടെ വോട്ടായിരുന്നില്ല, അത് മുന്നണികളുടെ ബലാബലമാണ്. ഇന്ന് മുന്നണികളുടെ ബലാബലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ശക്തിപ്പെട്ടു. ആ ഭരണം മെച്ചമായിരുന്നു. നാളെ കേരളത്തെ കാക്കാൻ ഈ സർക്കാർ വരണം, ഇത് തുടരണം. ഈ ബോധം ആളുകളിലുണ്ട്. ആ ബോധത്തിൻ്റെ പ്രകടനമാണ് എന്ന് മാത്രമല്ല, ഇപ്പം UDFൻ്റെ പ്രചരണ ക്യാമ്പയിൻ എന്തായിരുന്നു? ചില മന്ത്രിമാർ പാർട്ടിപരമായ തീരുമാനങ്ങളുടെ ഫലമായി മാറി നിൽക്കുന്നത് ഞങ്ങൾക്ക് ഗുണം ചെയ്തു. അപ്പം അതിനർത്ഥം എന്താണ്? മന്ത്രിമാരെ പുറത്ത് കാണിക്കാൻ കൊള്ളില്ല എന്നല്ല UDFൻ്റെ ക്യാമ്പയിൻ. UDF എന്താ പറഞ്ഞത്? ആ മന്ത്രിമാർ മാറി ഞങ്ങൾ ഇതെല്ലാം നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ചില ഗുണങ്ങൾ കിട്ടും. ഇങ്ങനെയാണ് UDFൻ്റെ വിലയിരുത്തൽ. UDF നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ എവിടെ പോയി? സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെ പോയി? ആഴക്കട മത്സ്യബന്ധനം എവിടെ പോയി? ഈ നാട്ടിലെ ബഹുജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കില്ലേ? അതുകൊണ്ട് ആളുകൾ കൂട്ടമായി വന്ന് LDFന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം. BJP പ്രതിനിധി PR ശിവശങ്കറിനെ കൂടി ഒന്ന് ക്ഷണിച്ചോട്ടെ. PR ശിവശങ്കർ, അനിൽകുമാർ പറയുന്നതനുസരിച്ച് ഇന്നിപ്പോൾ ED പറഞ്ഞതനുസരിച്ച് ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളുടെ ട്രാപ്പിൽ പെട്ടുപോയത് കൊണ്ടാണോ ഇങ്ങനൊരു ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുന്നത്? എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJPയുടെ വളർച്ച 3% കീഴ്പോട്ടാണ് എന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത്. ബാക്കി എല്ലാ ഏജൻസികളും സമാനമായ രീതിയിലുള്ള കണക്കാണ് പറയുന്നത്. റിപ്പബ്ലിക് TV ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ഏജൻസികളും 0 എന്ന കണക്കാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പരമാവധി 2 സീറ്റുകൾ വരെ നേടിയേക്കാം 0 മുതൽ. ഒരു ഉറപ്പാരും പറയുന്നുമില്ല. ഇത്തവണ CPMന്റെ ഈ ഒട്ടേറെ വിവാദങ്ങളിലേക്ക് അടുത്ത കാലത്ത് പൊക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് BJP സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുമോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ? ഡോക്ടറെ, ഇത് ഇന്ത്യ ടുഡേക്ക് ഒരു 3%, 3 സീറ്റോ അല്ലെങ്കിൽ 3% വോട്ട് പെർസെൻറ്റേജോ അങ്ങ് പറഞ്ഞു കേട്ടാണ് കേട്ടോ. അതേ BJPക്ക് കുറവ് പറഞ്ഞുള്ളെങ്കിൽ ഞാനൊക്കെ ഇവിടെ കിടന്ന് ഡാൻസ് ചെയ്യണം. കാരണം ഇന്ത്യ ടുഡേയിലൊക്കെ റിപ്പോർട്ടിങ് നമുക്കറിയാമല്ലോ. ഞാൻ പറയുന്നില്ല, ഞാൻ രാഹുലിനെ പോലെ എല്ലാ പാർട്ടിയും, പിന്നെ രാഹുൽ പറഞ്ഞു NDTVയും ഇന്ത്യ ടുഡേ ഒക്കെ BJP അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണ കേട്ടു. സന്തോഷം. രാഹുലിന് അങ്ങനെ ഇതേ ഇന്ത്യ ടുഡേ ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൃത്യമായ പ്രഡിക്ഷൻ ആയിരുന്നു ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയുടെ. അതേ ടാർജറ്റിലാണ് കഴിഞ്ഞ തവണ ND അധികാരത്തിലെത്തിയത്. അന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ നടത്തിയ പ്രവചനം നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന ഭൂരിപക്ഷം കൃത്യമായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ UDFന് 15 സീറ്റുകളെന്നാണ് പ്രവചിച്ചത്. ഏകദേശം സമാനമായ റിസൾട്ട് വരികയും ചെയ്തു. UDFന് ഇത്രയും അധികം സീറ്റ് പ്രവചിച്ച ഏക സർവേ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ ആയിരുന്നു. അപ്പോൾ BJPക്ക് അനുകൂലമായിട്ടും മൈ ആക്സിസ് സർവേ പ്രവചിച്ചിട്ടുണ്ടെന്ന് ശരിയുമായിട്ടുണ്ട്. അത് ശരിയാണ്. 303 സീറ്റൊന്നും തന്നെയാണ് അന്ന് ഈ പറയുന്ന സർദേശായി പറഞ്ഞത്. ഇടയ്ക്കൊക്കെ മനുഷ്യർ സത്യവും പറയും, ഞാൻ അംഗീകരിക്കുന്നു. എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. സത്യം പറയാനുള്ള അവകാശം ഒരിക്കലും ഉപയോഗിക്കരുതെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. എനിക്ക് അതിലിഷ്ടമായത്
ഡോക്ടർ അരുൺ പറഞ്ഞത് സന്തോഷമായില്ലേ എന്ന് മറ്റേ ഇദ്ദേഹത്തിനോട് CPM നേതാവ് അനിൽകുമാറിനോട് ചോദിച്ചതാണ്. അത് മറ്റേ ഡയമണ്ട് നെക്ലസിൽ അനുശ്രീ ചോദിച്ച പോലെ ആയോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ആകാതിരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നന്നാകട്ടെ. എനിക്ക് അദ്ദേഹം പറഞ്ഞ അടുത്ത ഡയലോഗാണ് ഇഷ്ടമായത്. വികസനത്തിന് വേണ്ടിയിട്ടാണ് CPM ഈ വോട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ട്, മറ്റു ചില ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ട് ഈ ക്യാപ്റ്റനായ മുഖ്യമന്ത്രി നേരിട്ടു ആ വികസനത്തിന് വേണ്ടി വോട്ട്. പിന്നെ എന്തിനാ ഈ KM മാണിയുടെ പാർട്ടിയെ കൂടെ കൂട്ടിയേ? പിന്നെ എന്തിനാ LJP കൂടെ കൂട്ടിയേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊന്നും കൊണ്ട് വോട്ട് കിട്ടില്ല. അതുകൊണ്ട് കൃത്യമായി മധ്യ കേരളത്തിൽ വോട്ട് പിടിക്കുവാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ട് പിടിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേരളത്തിലെ മധ്യ കേരളത്തിലെ KM മാണിയെ കൂടെ കൂട്ടി, അപ്പുറത്ത് SDPയുമായിട്ട് വേറൊരു സഖ്യം ഉണ്ടാക്കി, INLുമായി സഖ്യമുണ്ടാക്കി, വേറെ കുറച്ച് പേരെ സ്വതന്ത്രമായി നിർത്തി, കൃത്യമായി നിങ്ങൾ കേരളത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, മതധ്രുവീകരണത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് കുറച്ച് വോട്ട് സമ്പാദിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങളുടെ ക്യാപ്റ്റന്റെ ധർമ്മടത്ത് തലവെട്ടിക്കൊണ്ട്, ക്യാപ്റ്റന്റെ പൂർണ്ണകായ കട്ടൗട്ടറിന്റെ തലവെട്ടിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കുഴപ്പങ്ങൾ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു സംശയവുമില്ല. സഫോളജി, ഞാൻ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ അതൊരു ശാസ്ത്രമല്ല, അത് മുഴുവൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. സഫോളജി ഒരു ഏറ്റവും നല്ല ഒരു ശാസ്ത്രമായി വളർന്നിട്ടുണ്ട്. അത് കേരളത്തിലും ഒരു പക്ഷേ വിജയിച്ചേക്കാം. പക്ഷെ കേരളത്തിലെ മലയാളികളെ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ആർക്കാണ് നൽകിയെന്ന് വെച്ചാൽ അവൻ ചിരിച്ചുകൊണ്ട് പല ഉത്തരങ്ങളും പറയും. അത് മലയാളിയുടെ ഒരു സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ്. അവൻ സത്യം തുറന്നു പറയാൻ മടിയുണ്ടായിട്ടല്ല, ചില സാധ്യതകൾ അവൻ ഉപയോഗപ്പെടുത്തുന്നു, ചില സംശയങ്ങൾ. ശിവശങ്കർ, ഈ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് 4 ഏജൻസിയോടും കള്ളം പറയുന്ന മലയാളി ആയിരിക്കുമോ? അതൊരു സാധ്യത വിദൂരമല്ലേ? അങ്ങനെ അല്ല അരുൺ, അതൊരു ഭയമുണ്ട്. മലയാളിക്ക് പ്രത്യേകിച്ച് BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയാൻ ഭയമുണ്ട്. കാരണം ഞങ്ങളെ അടക്കം ഇവിടെ വേട്ടയാടുന്ന മാധ്യമങ്ങളും 2 മതങ്ങളും പിന്നെ ജാതി സംഘടനകളും അടക്കം ഇത്രയും 10ഓ 20ഓ രാഷ്ട്രീയ പാർട്ടികളടക്കം കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയുവാൻ, BJPയിൽ പ്രവർത്തിക്കുവാൻ ഭയങ്കര ധൈര്യം വേണം. അവർ ആത്മസംഘർഷത്തിലാണ്. അവരെ നിരന്തരം ഒരു വർഗീയവാദികളായി, ഒരു ധാർമ്മിക മൂല്യമില്ലാത്തവരായി, ഒരു പഴഞ്ചൻ ജീവിത രീതി നടക്കുന്ന ആൾക്കാരായി അവരെ ഒരു വിഭാഗം എത്ര മ്ലേച്ഛമായിട്ടാണ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം അവരെ നേരിടുന്നത്. ചാനലുകളും മോശമല്ല. അപ്പോൾ ഒരു വ്യക്തി സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഞാൻ BJPക്ക് വേണ്ടി വോട്ട് ചെയ്തെന്ന് വെച്ചാൽ അവന്റെ ജോലി നഷ്ടപ്പെടുന്നു. അത് അറേബ്യൻ രാജ്യങ്ങളാണെങ്കിൽ എത്ര പേര് അറബ് രാജ്യങ്ങളിൽ BJPക്ക് വേണ്ടിയിട്ട് ട്വീറ്റ് ചെയ്തിട്ടും ഫേസ്ബുക്ക് ഇട്ടിട്ടും ജോലി നഷ്ടപ്പെടുന്നു. കേരളത്തിൽ എത്ര പേരുടെ ബിസിനസ് ടാർഗറ്റ് ചെയ്യും. BJPയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവാസിക്ക് ജോലി നഷ്ടപ്പെട്ട് വരേണ്ടി വന്നിട്ടുണ്ടോ? പിണറായി വിജയനെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നു. ചില വിഷയങ്ങളിൽ വളരെ മോശകരമായ പരാമർശം നടത്തിയതിന്റെ പേരിൽ ചില പ്രവാസികളെ പുറത്താക്കിയതായി ഞാൻ ഓർമ്മിക്കുന്നു. BJPയെ പിന്തുണച്ചതിന്റെ പേരിൽ പ്രവാസികൾ ആരെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ? അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഡോക്ടർ ഒറ്റ വാചകം പറഞ്ഞോട്ടെ. ഞാൻ വളരെ വിഷമത്തോടെ പറഞ്ഞോളൂ രാഹുൽ. ഒരു നിമിഷം ഞാൻ ശിവശങ്കറിലേക്ക് വരാം. രാഹുൽ എന്തോ ഒരു കാര്യത്തിൽ ഇടപെടുന്നു. രാഹുൽ, ഞാൻ വഴങ്ങുന്നു. അത് ശ്രീ ശിവശങ്കർ പറഞ്ഞത് വളരെ ശരിയാണ്. BJPക്ക് വേണ്ടി സംസാരിച്ച ഒരുപാട് പേർക്ക് ജോലി പോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അവർ പറയുന്ന പച്ച വർഗീയതയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ കൊന്നെടുക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ജോലി പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി പോയത് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. രാഹുൽ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു ചിലവർ BJPക്കാരെ കൊല്ലണമെന്ന് പറയുമ്പോൾ, അവരെക്കുറിച്ച് അസഭ്യം പറയുമ്പോൾ, എന്നെക്കുറിച്ച് പറഞ്ഞ ഒരു 100 പേരുടെ ലിസ്റ്റ് ഞാൻ തരാം, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയ ഒരു 10 പേരുടെ ലിസ്റ്റ് ഞാൻ തരാം. എന്തുകൊണ്ട് അവരുടെ ജോലി പോകുന്നില്ല? എന്തുകൊണ്ട് അവരുടെ ബിസിനസ് കുറയുന്നില്ല? എന്തുകൊണ്ട് അവർക്കെതിരെ ഭീഷണി ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വലിയ ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നില്ല? എന്തുകൊണ്ട് അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നില്ല? എന്തുകൊണ്ട് അവരുടെ പെങ്ങന്മാരുടെ കല്യാണം നടക്കുന്നില്ല? ഞാൻ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതെല്ലാം ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഒരിക്കലും കേരളത്തിലെ ഒരു സാധാരണ മലയാളി
ബി ജെ പിക്ക് എന്നല്ല ഒരു വളർന്നു വരുന്ന മൂന്നാമത്തെ ശക്തിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് തുറന്നു പറയുവാനുള്ള ധൈര്യം നിർഭാഗ്യവശാൽ കാണിക്കുന്നില്ല. കുറച്ച് പേരൊക്കെ കാണിക്കുന്നുണ്ട്, അതിൽ കുറെ പേര് അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുഴുവൻ പേരും അനുഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ അനുഭവിക്കുന്നവരുമുണ്ട്. ഞാൻ തെളിവുകൾ തരാൻ തയ്യാറാണ്. ആത്മസംഘർഷം ഉണ്ടാവുന്നത് വിമർശനങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണോ അതോ ഭീഷണി ഉണ്ടാവുന്നതുകൊണ്ടാണോ? ഇപ്പോൾ PR ശിവശങ്കർ അടക്കമുള്ളവർ നമ്മുടെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകൾ, നമ്മളെല്ലാവരും നല്ല സൗഹൃദത്തിലാണല്ലോ. ഇതിൽ ഈ ഭീഷണി ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ BJP നേതാക്കളെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ നമ്മുടെ ചുറ്റും നിൽക്കുന്ന BJP പ്രവർത്തകരൊക്കെ നിർഭയം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അല്ലാത്തവരുണ്ട്, വളരെ ചെറിയ സംഖ്യ അല്ലാത്തവരുണ്ട്. അരുൺ, വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പോൾ ഓഫ് പോൾസ് ആണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെതടക്കം 5 സംസ്ഥാനങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ദേശീയ മാധ്യമങ്ങൾ വിവിധ ഏജൻസികളുടെ സഹകരണത്തോടു കൂടി നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ ഫലസൂചനകൾ എക്സിറ്റ് പോൾ ഫലപ്രകാരം എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നതിന് ശേഷം വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട് ഒപ്പം ആസാം രണ്ടിടങ്ങളിൽ മാത്രമാണ് അട്ടിമറിക്കുള്ള സാധ്യത എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. അതിലൊന്ന് തമിഴ്നാട്, മറ്റൊന്ന് പുതുച്ചേരി. വെസ്റ്റ് ബംഗാൾ, ആസാം, കേരള ഭരണ തുടർച്ചയുണ്ടാവുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. റിപ്പബ്ലിക് TV CNA സർവേ പ്രകാരം കേരളത്തിൽ 80 സീറ്റുകൾ വരെ LDF നേടാമെന്നും 58 മുതൽ 64 സീറ്റുകളിൽ UDF ഒതുങ്ങുമെന്നും 5 സീറ്റുകൾ വരെ പരമാവധി നേടാമെന്നും മിനിമം 1 സീറ്റ് BJP NDA നേടുമെന്നുമാണ് കണക്കുകൾ പറയുന്നത്. പോൾ ഓഫ് പോൾസിൽ കേരള NDTVയുടെ കണക്ക് പ്രകാരം LDF 76 സീറ്റുകൾ നേടാമെന്നും കോൺഗ്രസ് 62 സീറ്റുകളിലും BJP 2 സീറ്റുകളിൽ ഒതുങ്ങുമെന്നുമാണ് പോൾ ഓഫ് പോൾസിൽ NDTV സർവേ പറയുന്നത്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ആണ് ഇതുവരെ പ്രഖ്യാപിച്ചതിൽ വെച്ച് LDFന് ഏറ്റവും വലിയ ലീഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 104 മുതൽ 120 സീറ്റുകൾ വരെ 47% വോട്ട് വിഹിതത്തോടെ 45% പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന പിന്തുണയോടെ LDF അധികാരത്തിലെത്തുമെന്നും 20 മുതൽ 36 സീറ്റുകളിലേക്ക് UDF ചുരുങ്ങുമെന്നും 0 മുതൽ 2 സീറ്റുകൾക്കുള്ള സാധ്യത മാത്രമാണ് BJPക്കെന്നും ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രവചിക്കുന്ന. 28,000 സാമ്പിൾ സൈസാണ് മൈ ആക്സിസ് പ്രവചിച്ചത്. ABP ന്യൂസ് സർവേ പ്രകാരം 71 മുതൽ 77 വരെ സീറ്റുകൾ LDFനും 62 മുതൽ 68 സീറ്റുകൾ വരെ UDFനും 2 സീറ്റുകൾ പരമാവധി BJPക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ ABP സർവേ പറയുന്നത്. റിപ്പബ്ലിക് TV പ്രകാരം CNA സർവേ പ്രകാരം വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് 126 മുതൽ 136 സീറ്റുകൾ വരെ മാത്രം ലഭിക്കുമ്പോൾ BJP അട്ടിമറി വിജയം നേടും. വെസ്റ്റ് ബംഗാളിൽ 138 മുതൽ 148 വരെ സീറ്റുകൾ നേടുമെന്നും 4 മുതൽ 8 സീറ്റുകൾ വരെ ഇടതുമുന്നണി നേടുമെന്നും ആണ് പ്രവചിക്കുന്നത്. ടൈംസ് നൗ വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. 158 സീറ്റുകൾ BJP 115 സീറ്റുകളിലേക്ക് വളരും. 35 സീറ്റുകൾ എന്ന നിലവിലത്തെ അവസ്ഥയിൽ നിന്ന് ലെഫ്റ്റ് 19 സീറ്റുകളിലേക്ക് മാറുമെന്നും വെസ്റ്റ് ബംഗാളിൽ ടൈംസ് നൗവിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. NDTV തൃണമൂൽ കോൺഗ്രസിന് പ്രവചിക്കുന്നത് 156 സീറ്റുകൾ ഭരണ തുടർച്ച, BJP 123, ലെഫ്റ്റ് 16 സീറ്റുകൾ, മറ്റുള്ളവർ 0 എന്നിങ്ങനെയാണ് NDTVയുടെ ബംഗാൾ ടാലി. വിവിധ ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ABP ന്യൂസ് സർവേ പ്രകാരം 152 മുതൽ 164 വരെ സീറ്റുകൾ വെസ്റ്റ് ബംഗാൾ നേടി തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി വിജയിക്കുമെന്നും 109 മുതൽ 121 സീറ്റുകൾ വരെ പരമാവധി BJP നേടുമെന്നും കോൺഗ്രസ് 25 സീറ്റുകളിൽ പരമാവധി കോൺഗ്രസ് പ്ലസ് സഖ്യം ഒതുങ്ങുമെന്നുമാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ LDFന്, പിണറായി വിജയന്, ഇടതു സർക്കാരിന് സന്തോഷിക്കാനേറെ വകയുള്ള 2 ദിവസം കഴിഞ്ഞു വരുന്ന റിസൾട്ടിന്റെ സൂചനയാണ് എന്ന രീതിയിൽ ഇതിനകം തന്നെ ഇടതുമുന്നണി സോഷ്യൽ മീഡിയകളിൽ വലിയ സെലിബ്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ കണക്കുകളിൽ അവിശ്വസനീയമായി തോന്നാനുള്ള കാരണം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാനലുകളുടെ വിശ്വാസ്യത, ഈ എഡിറ്റർമാരുടെ രാഷ്ട്രീയ താല്പര്യം, അതിനും അപ്പുറത്തേക്ക് ഈ തുറന്നു പറയാത്ത വോട്ടർമാരുടെ മനസ്സ്, ഇതൊക്കെയാണെന്ന് പറയുമ്പോഴും താങ്കൾ വെല്ലുവിളിക്കുന്നത് ആ അർത്ഥത്തിൽ കാലങ്ങളായി കൃത്യമായി പ്രവചനം നടത്തിയ ഏജൻസികളുടെ ഫലപ്രവചനത്തെ കൂടിയാണ്. എനിക്ക് മനസ്സിലാകാതെ പോകുന്നത്, ഇത് പിണറായി വേവിൽ ഇടതുമുന്നണി കടന്നുകൂടിയതാണെന്നൊരു വിലയിരുത്തലായിരിക്കുമോ? ഈ സർവേ ഫലങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ സൂചന മനസ്സിലാക്കുന്ന UDFകാർ മനസ്സിലാക്കുക. അതല്ല, UDFന് ശക്തമായൊരു ബദൽ നിർദ്ദേശം വയ്ക്കാൻ കഴിയാതെ, ഒരു ബദൽ സാധ്യതയാകാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ ക്യാമ്പയിൻ അവസാന ഘട്ടം നടത്തിയെങ്കിലും ഒരു മുഖമാകാൻ രമേശ് ചെന്നിത്തലയ്ക്കോ ഉമ്മൻചാണ്ടിക്കോ കഴിയാതെ പോയി എന്നതാണോ വിലയിരുത്തുന്നത്? ഇതൊരു പിണറായി വേവ് ആയിരിക്കുമോ ഈ ഫലം കൃത്യമാണെങ്കിൽ? ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 24നെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളൊന്ന് ചുമച്ചാൽ, ഒന്ന് പനിച്ചാൽ, ഒന്ന് തുമ്മിയാൽ നമ്മുടെ ജീവൻ നഷ്ടമാകുമോ എന്ന ഭയാശങ്കയോടുകൂടി നമ്മൾ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ
നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാബുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരുന്ന ആ കൊള്ളയ്ക്കെതിരായിട്ട് വളരെ ധീരമായി കുറേ ദിവസമായി നിലപാടെടുത്ത് പരമ്പര തന്നെ പ്രക്ഷേപണം ചെയ്ത് അതിനുശേഷം ഇന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായതിന് ആദ്യമേ 24-നെ ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ഒരു പൊള്ള ഞാനിപ്പോൾ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാം, എന്നിട്ട് ഞാൻ മറുപടിയിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ ഈ ചർച്ചയ്ക്ക് ശേഷം ഫേസ്ബുക്കിലേക്ക് ഒന്ന് നോക്കണം. ഫേസ്ബുക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സൈബർ സഹാക്കന്മാരുടെ വലിയ തള്ളു കാണാം. അതായത് RT-PCR റേറ്റ് കുറച്ച പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ. അപ്പോൾ ചോദ്യം, ഈ RT-PCR 1700 രൂപ വെച്ച് വാങ്ങിക്കുവാൻ അനുവാദം കൊടുത്തതും മൗനാനുവാദം നൽകിയതും ഇതേ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള വിഷയം അവിടെ കിടക്കട്ടെ. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക്, പിണറായി വേവ് അടിച്ചിട്ടുണ്ടോ? പിണറായി വേവ് അടിച്ചിട്ടുണ്ട് എങ്കിൽ, ഞാൻ അത്തരമൊരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും പിണറായി വേവ് അടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു തർക്കവും വേണ്ട, ഞങ്ങൾക്ക് 100 സീറ്റിന് മേളിൽ കിട്ടും. കാരണം പിണറായിയുടെ വേവ് അടിച്ച അന്ന് ആദ്യം പറത്തിവിട്ട പ്രാവ് മുതൽ പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ കാര്യത്തിലുമുള്ള വേവിന്റെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് 100 സീറ്റ് മേളിൽ കിട്ടുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ ശ്രീ സഖാവ് അനിൽകുമാർ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിനിടയിൽ പറഞ്ഞൊരു വാചകം എത്ര ക്രൂരമാണ്. അത് തിരിച്ചറിയുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്, അവരാണ് വോട്ട് ചെയ്യുവാൻ പോയത്. അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയത്. ആപത്തുകളെ അവസരമാക്കി മാറ്റിയ ഒരു സർക്കാർ. അതെ, ഞങ്ങളുടെയും വാദം അത് തന്നെയാണ്. ഒരാപത്ത് കാലഘട്ടത്തെ പൊളിറ്റിക്കലി അവസരമാക്കി മാറ്റിയ ഈ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. ഇനി സർവേകളെ പറ്റി പറയാം. ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മലയാള സംസാരിക്കുന്ന സർവേകൾ, ആ സർവേകളുടെ പ്രത്യേകതയിൽ 2-3 മണ്ഡലങ്ങളുടെ കാര്യം ഞാൻ പറയാം. അതിനകത്ത് കണ്ണൂർ മണ്ഡലം, ഒരു ചാനൽ, കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനൽ പറഞ്ഞു അവിടെ സതീശൻ പാച്ചേനി ജയിക്കുന്നു. മറ്റൊരു ചാനൽ പറഞ്ഞു അവിടെ ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്നു. മൂന്നാമതൊരു ചാനൽ പറയുന്നു അവിടെ കടന്നപ്പള്ളി ജയിച്ചു. അപ്പൊ ഇതാണ് സർവേ. മറ്റൊരു സർവേയിൽ ഇതേ ചാനലുകളുടെ തന്നെ ബേപ്പൂർ മണ്ഡലം, ഒരു ചാനൽ പറയുന്നു അവിടെ മുഹമ്മദ് റിയാസ് ജയിക്കും, ഒരു ചാനൽ പറയുന്നു അവിടെ PM നിയാസ് ജയിക്കും. അപ്പൊ ഇതാണ് ഈ സർവേകളുടെ ശാസ്ത്രീയതയൊക്കെ ഇത്രയും ഉള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഞാൻ അതിലേക്ക് വരാം. പിന്നെ ഇവിടെ ശിവശങ്കർ അദ്ദേഹം വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായിട്ടും പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഭയമല്ല BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയാൻ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് BJPയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന നാണക്കേടായി കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്ത കാര്യം പുറത്തു പറയാത്തത്. അതും അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഈ കേരളത്തിലെ സർവേകൾ, കേരളത്തിൽ നടത്തിയ സർവേകളിൽ, ജില്ല തിരിച്ചുള്ള സർവേകളിൽ ഞാൻ കേൾക്കുന്ന വളരെ പോസിറ്റീവായ ചില വാർത്തകളുണ്ട്. കേരളത്തിലെ ഒരുവിധം എല്ലാ മലയാള മാധ്യമങ്ങളും സർവേ ഞാൻ ബേസ് ആക്കുന്നില്ല. ഈ നെഗറ്റീവായ സർവേയിൽ പോലുമുള്ള ഞങ്ങളുടെ പോസിറ്റിവിറ്റിയെ പറ്റി മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനെയും ഞാൻ വിശ്വസിക്കുന്നില്ല. ചില മാധ്യമങ്ങൾ കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന്റെ MLA ഉണ്ടാകുവാൻ പോകുന്നു എന്ന് പറയുന്നു. 2001 100 സീറ്റുമായി തരംഗമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ പോലും കാസർഗോഡ് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു MLA ഉണ്ടായിട്ടില്ല. 987 ആണ് എന്നാണ് എൻ്റെ കൃത്യമായ ഓർമ്മ. അന്ന് KP കുഞ്ഞിക്കണ്ണനും അതുപോലെ തന്നെ മനോഹരൻ മാഷും, അവർ രണ്ടുമാണ് അവസാനമായി കോൺഗ്രസിന്റെ കൈ അടയാളത്തിൽ കാസർഗോഡ് നിന്ന് ജയിച്ചു വന്ന ആളുകൾ. ഏറ്റവും നെഗറ്റീവായ സർവേകൾ പോലും പറയുന്നു ഞങ്ങൾക്ക് കാസർഗോഡ് നിന്ന് കോൺഗ്രസിന്റെ MLA ഉണ്ടാകുവാൻ പോകുന്നു, കാസർഗോഡ് ജില്ലയിൽ മാറ്റം ഉണ്ടാകുവാൻ പോകുന്നു. 2001 ഞാൻ കൃത്യമായി ഇതിന്റെ പൊളിറ്റിക്സ് തന്നെ പറയാം. 2001 ശേഷം ഇതുവരെ കോൺഗ്രസ് ജയിച്ചിട്ടില്ലാത്ത ജില്ലകളാണ് കോഴിക്കോട് ജില്ല, ഇടുക്കി ജില്ല, കൊല്ലം ജില്ല. ഈ 3 ജില്ലകളിൽ വലിയ മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുവാൻ പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ 5-ൽ കുറയാത്ത സീറ്റുകൾ ഉറപ്പായിട്ടും UDF ലഭിക്കും. ഇടുക്കിയിൽ 3 മുതൽ 4 സീറ്റ് വരെ ലഭിക്കുവാൻ പോകുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ, ഇതൊക്കെ രാഹുൽ ഏത് കണക്ക് പ്രകാരമാണ്? നമ്മൾ കണ്ട ഒരു പ്രീ പോളിലും ഇത്തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലുകൾ ഒരു ഏജൻസിയും പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു ഏജൻസി, അതല്ല നിങ്ങളുടെ പാർട്ടി തലത്തിൽ നടത്തിയ കണക്കുകൂട്ടലുകൾ, ബൂത്ത് അടിസ്ഥാനത്തിൽ നടത്തിയ കണക്കിന്റെ അടിസ്ഥാനത്തിലാണോ രാഹുൽ ഈ പറയുന്നത്? തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡോക്ടറെ പറയുന്നത്. കാരണം ഇപ്പോൾ ചാനലുകൾക്ക് നിങ്ങൾക്കൊരു ജില്ലയിൽ എത്ര റിപ്പോർട്ടർമാരുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസികൾക്ക് ഒരു ജില്ലയിൽ എത്ര പേരെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും? പരമാവധി 2 അല്ലെങ്കിൽ 5. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലയിൽ ഞങ്ങളുടെ ലീഡർഷിപ്പിൽ കാണും ഒരു 200 പേര്. ഞങ്ങൾക്ക് പ്രവർത്തകരായിട്ട് എത്ര ആളുകളുണ്ട്? ഞാൻ പറഞ്ഞ മെയിൻ സ്ട്രീം ജില്ലാതല ലീഡർഷിപ്പ് 200 വെച്ച് കാണും. അത്ര വലിയ മെക്കാനിസം ഉള്ള ഞങ്ങൾ പറയുന്നതാണോ ആധികാരികമായിട്ട് എടുക്കുന്ന റിപ്പോർട്ട്? ഓരോ ബൂത്തിന്റെയും പൾസ് എടുക്കുന്നത്. ഇപ്പൊ ബൂത്ത് പ്രസിഡന്റ് തരുന്ന കണക്കിന്റെ പ്രത്യേകത എന്താ? അത് ഓരോ ബൂത്തിന്റെയും പൾസ് അനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുവാൻ ഉറപ്പുള്ള വോട്ടുകൾ
ഞങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയില്ലാത്ത വോട്ടുകൾ, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന വോട്ടുകൾ, ആ റിപ്പോർട്ട് കിട്ടുന്ന ബൂത്ത് പ്രസിഡന്റുമാരെ വിശ്വസിക്കണോ, ആ ബൂത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരാൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാ വോട്ട് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ ഒന്ന് കണ്ണടച്ചിട്ട് ഇന്നയാൾക്കാണ് വോട്ട് ചെയ്തത്. ഡോക്ടറെ, നിങ്ങൾ കോളേജ് ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ള ആളല്ലേ? കോളേജ് ഇലക്ഷന്റെ പൊളിറ്റിക്സ് എന്താ? നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണടച്ച് ചിരിച്ചു കാണിച്ച് വോട്ട് ചെയ്യാന്ന് പറയുന്ന ആരും വോട്ട് ചെയ്യത്തില്ലെന്ന് എന്നേക്കാൾ നന്നായിട്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ബോധ്യപ്പെട്ട ആളല്ലേ താങ്കൾ. അപ്പോൾ അത് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അപ്പൊ സർവേകളുടെയൊക്കെ കാര്യം അത്രേ ഉള്ളൂ. ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. സർവേകൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രാഹുലിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ കോളേജിൽ യൂണിയന് മത്സരിക്കുന്ന സമയം എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ മത്സരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ. മത്സരിക്കാതിരുന്ന പോലെ അഭിമാനമായിട്ടല്ല, ഞാൻ അന്ന് ഒരുപാട് സംഘടനയിലെ നേതാക്കൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞാനൊരു സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല ആ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ. ഞാൻ വളരെ വേഗം ഒരു ചെറിയ എന്റെ തെറ്റിദ്ധാരണയാണ്, ക്ഷമിക്കുക. വെൽക്കം ബാക്ക്. കേരള മഹായുദ്ധത്തിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ 24 എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം അതിഥികൾ തുടരുക കൂടി ചെയ്യുന്നു. വളരെ വേഗം ഇതുവരെയുള്ള വിവിധ ഏജൻസികൾ കേരളത്തിന്റെയും വെസ്റ്റ് ബംഗാളിന്റെയും തമിഴ്നാടിന്റെയും അസാമിന്റെയും പുതുച്ചേരിയുടെയും ഫലങ്ങൾ എങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റേതടക്കം വിവിധ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി പ്രവചിച്ച ഏജൻസികളടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. വളരെ വേഗം ആദ്യം എത്തുന്നത് കേരളത്തിലെ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം കേരളത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ ഷെയർ LDFന് ലഭിക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഈ ഏജൻസിയാണ്, ഇന്ത്യ ടുഡേ മൈ ആക്സിസ്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം കേരളത്തിൽ 120 വരെ സീറ്റുകളാണ് പരമാവധി LDFന് നേടാൻ സാധ്യതയുള്ളത് എന്നാണ് പ്രവചിക്കുന്നത്. 20 മുതൽ 36 സീറ്റുകൾ വരെ എന്ന കണക്കിലേക്ക് UDF ചുരുങ്ങുമെന്നും BJP 0 to 2 ഒരു സീറ്റും നേടാൻ സാധ്യതയില്ല. മിനിമം ഒരു സീറ്റ് പോലും BJPക്ക് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രവചിക്കുന്നില്ല. പക്ഷെ പരമാവധി വേണമെങ്കിൽ 2 സീറ്റുകൾ വരെ ലഭിക്കാം. പക്ഷെ 120 സീറ്റുകൾ എന്നുള്ളത് വളരെയധികം, ഒരുപക്ഷെ LDF പോലും സങ്കല്പിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ടാർഗറ്റ് ആയിട്ടാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. ഇതേ ഏജൻസി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവചിക്കുമ്പോൾ കോൺഗ്രസിന് 15 സീറ്റുകൾ കിട്ടുമെന്നുള്ള പ്രവചനം നടത്തിയിരുന്നു. 2016 ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള പ്രവചനവും ഇതേ മൈ ആക്സിസ് സർവേ ഇന്ത്യ ടുഡേക്ക് വേണ്ടി പ്രവചിച്ചിരുന്നു. അതേ ഏജൻസിയുടെ പ്രവചനം കേരളത്തിൽ LDF അധികാരത്തിലെത്തുക 120 സീറ്റുകൾ വരെ പരമാവധി നേടാനുള്ള സാധ്യതയുണ്ട്. മിനിമം 100+ എന്നുള്ള ടാർഗറ്റാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രവചിക്കുന്നത്. 2016 മിന്നും പ്രകടനമാണ് പിണറായി വിജയൻ. മിന്നൽ പിണറായി മാറും പിണറായി വിജയൻ എന്ന കണക്കാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അടുത്ത ഏജൻസിയുടെ സർവേയിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 104 മുതൽ 120 വരെ. Then come to the next. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ സർവേ ഫലങ്ങളുമായി എത്തുന്നു. NDTV സർവേ ഫലങ്ങൾ. NDTV സർവേ 76 സീറ്റാണ് LDFന് പ്രവചിക്കുന്നത്. 76 സീറ്റ്സുകൾ, 62 സീറ്റുകൾ UDFന്. ശക്തമായ മത്സരമുണ്ടാകുമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ UDF നില മെച്ചപ്പെടുത്തുമെങ്കിലും അധികാരത്തിലേക്ക് എത്തേണ്ട മാജിക് നമ്പറിലേക്ക് UDF എത്തില്ലെന്നും 62 സീറ്റുകളിൽ മെജോറിറ്റിക്ക് 9 സീറ്റുകൾ അകലെ UDF പോരാട്ടം അവസാനിപ്പിക്കും. BJPക്ക് പക്ഷേ 2 സീറ്റുകൾ NDTV പ്രവചിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അത് 0 എന്നാണ് NDTVയുടെ പ്രവചനം. ഇന്ത്യ ടുഡേയേക്കാൾ കുറഞ്ഞ മാർജിനാണ് NDTV പ്രവചിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യം. മൂവിംഗ് ടു നെക്സ്റ്റ്. അടുത്ത ഏജൻസിയുടെ സർവേ കൂടി നോക്കാം. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് എത്തിയാൽ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് എത്തുന്നത്. ABP സർവേ. കേരളത്തിന്റെ ABP സർവേ പ്രകാരം 71 മുതൽ 77 വരെ സീറ്റുകൾ നേടാം LDF എന്നാണ് കണക്കുകൾ. 62 മുതൽ 68 സീറ്റുകൾ വരെ നേടി UDF പോരാട്ടം അവസാനിപ്പിക്കും. ഈ ഒരൊറ്റ സർവേ മാത്രമാണ് ആ അർത്ഥത്തിൽ UDFന് കനത്ത ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്നുണ്ടെന്നുള്ള പ്രവചനം നടത്തുന്നത്. റിപ്പബ്ലിക് TV ഇതേപോലെ കനത്ത ഒരു പോരാട്ടമുണ്ട് എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. പക്ഷേ 68 സീറ്റുകൾ വരെ എന്നുള്ളത് UDFനെ സംബന്ധിച്ച് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ മാജിക് നമ്പറായ 71ന് 3 സീറ്റുകൾക്ക് മുൻപിൽ പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വരും UDFന് എന്നാണ് ABP സർവേ. BJPക്ക് 0 to 2 എന്ന സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ABP സർവേ പ്രകാരം 71 മുതൽ 77 വരെ. 2016 പ്രകടനം പിണറായി വിജയൻ ആവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അധികാരത്തിൽ തുടരാൻ ആവശ്യമായ സീറ്റുകൾ ലഭിക്കും എന്നാണ് ABP സർവേ പറയുന്നത്. മൂവിംഗ് ടു നെക്സ്റ്റ്.
റിപ്പബ്ലിക് ടിവിയുടെ സർവേ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. റിപ്പബ്ലിക് ടിവി മാത്രമാണ് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി ഭരണത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രവചിച്ചത്. റിപ്പബ്ലിക് ടിവിയുടെ സർവേ പ്രകാരം, CNX സർവേ പ്രകാരം 72 മുതൽ 80 സീറ്റുകൾ വരെ നേടും. UDF 64 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നാണ്. ABP കഴിഞ്ഞാൽ UDFന് ഒരു കനത്ത പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പ്രവചിച്ച രണ്ടാമത്തെ ചാനൽ റിപ്പബ്ലിക് ടിവി CNX സർവേയാണ്. ഇതുപ്രകാരം 58 മുതൽ 64 വരെ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷെ BJPക്ക് അവിശ്വസനീയമാം വിധം 5 സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്ന ഒരു ഫലം കൂടി റിപ്പബ്ലിക് ടിവി പറയുന്നുണ്ട്. കാരണം മറ്റൊരു ഏജൻസിയും BJPക്ക് 5 സീറ്റുകൾ എന്ന ടാർഗറ്റിലേക്ക് പോകുന്നില്ല. പരമാവധി 2 സീറ്റുകൾ നേടാം. പക്ഷെ മിനിമം 1 സീറ്റ് പോലും പ്രവചിക്കാൻ BJPക്ക് ഉറപ്പു നൽകാൻ മറ്റ് ഏജൻസികൾ തയ്യാറാകാതിരിക്കുമ്പോൾ റിപ്പബ്ലിക് ടിവി CNX സർവേ പ്രകാരം 1 മുതൽ 5 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ഞാനിനി എൻ്റെ അതിഥികളിലേക്ക് കൂടി വളരെ വേഗം ഒന്ന് പോയതിനു ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് 24 ഓഗ്മെന്റ് റിയാലിറ്റിയിൽ എത്തിക്കാം. ഞാൻ പോകുന്നത് അനിൽകുമാറിലേക്കാണ്. അനിൽകുമാർ, ഈ സർവേ ഫലങ്ങളിൽ 2 ഏജൻസികളുടെ സർവേ ഫലങ്ങൾ പറയുന്നത് CPMന് 2016 അതേ ഫലം ആവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം UDF ഒന്നുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ UDF ഉയർത്തിയ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുമായിരുന്നുവെന്നും ആ പ്രാധാന്യങ്ങൾ വോട്ടായി മാറ്റാൻ കഴിയുമായിരുന്നുവെന്നുമാണ്. അവസാന ഘട്ടങ്ങളിൽ LDFിലെ നേതാക്കൾക്ക് പോലും ആശങ്ക ഉയർത്തിയ പോരാട്ടമായിരുന്നുവെന്നത് മറന്നുകൂടാ. അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നേരിയ മാർജിനിൽ LDF കടന്നുകൂടും. അപ്പോഴും UDF ഉയർത്തിയ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ്. ആദ്യമായിട്ട് RT-PCR ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സ്വാഗതാർഹമായ തീരുമാനം, ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ന്യൂസ് 24ൻ്റെ റിപ്പോർട്ടർമാർ പറഞ്ഞ ചില കാര്യങ്ങളുടെ ശ്രദ്ധയിലേക്കപ്പെടുത്തുകയാണ്. വളരെ ശരിയായിട്ട് അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം, കേരളത്തിലെ കോവിഡിന് സൗജന്യ ചികിത്സയാണ് എന്ന് മറന്നുകൊണ്ട് സർക്കാരിനെതിരെ വിമർശനം ആരും നടത്താൻ പാടില്ല. 2, സർക്കാർ മേഖലയിൽ RT-PCR ടെസ്റ്റിന് പണം വാങ്ങുന്നില്ല, അത് ഏറ്റവും നല്ല നിലയ്ക്ക് നടക്കുന്നു. ഈ 2 വസ്തുതകൾ മൂടി വെച്ചുകൊണ്ട് പറയരുത് സർക്കാർ ഏതെങ്കിലും കൊള്ളയ്ക്ക് കൂട്ടുനിന്നു. RT-PCR ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് 447 രൂപയാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഇത് സ്വകാര്യ മേഖലയാണ്. ആ സ്വകാര്യ മേഖല അംഗീകരിച്ചില്ല. അവസാനം ദുരന്ത നിവാരണ നിയമപ്രകാരം കേരള സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെതിരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ സ്വകാര്യ മേഖല എന്താ പറഞ്ഞത്? ഓരോ ടെസ്റ്റാണ് ഞങ്ങൾക്ക് വല്ലപ്പോഴും കിട്ടുക, അപ്പം ഞങ്ങൾ ഫുൾ ടൈം ഒരു ടീമിനെ ഇവിടെ നിർത്തണം, ഇതാണ് ഞങ്ങളുടെ റേറ്റ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയ എന്താണ്? അന്നത്തേക്കാൾ RT-PCR ടെസ്റ്റിൻ്റെ കിറ്റിൻ്റെ റേറ്റ് കുറച്ചു. ഇത് തന്നെ 24ൻ്റെ റിപ്പോർട്ടിലുള്ള കാര്യമാണ്, ഞാൻ പറഞ്ഞ പുതിയ കാര്യമല്ല. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ നിരക്ക് വരുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ എന്തോ തെറ്റായ നിലപാടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ല, ഇതേ നിലപാട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ സ്വീകരിച്ചുകൂടായിരുന്നു? ശ്രീ അനിൽകുമാർ, ഇത് ഞങ്ങൾ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്താൻ പോകുന്നതും ഈ അന്വേഷണ പരമ്പര വരുന്നതും IMA അടക്കമുള്ളവർ ഈ സർക്കാരിനോട് ബോധ്യപ്പെടുത്തിയിട്ടും ഈ സർക്കാരിന് ബോധ്യമാകാത്തൊരു വിഷയമായതുകൊണ്ടാണ്. സ്വകാര്യ ലാബുകളുടെ ഈ കൊള്ള ഇപ്പോൾ ഈ 2ാം തരംഗം വന്ന എത്ര നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സർക്കാർ തീരുമാനമെടുത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ ഈ വിവിധ ലാബുകളുടെ ഒക്കെ ഫലങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ടാവുമെന്നാണ്. അപ്പോൾ എത്രമാത്രം കോടികളാണ് ആ അർത്ഥത്തിൽ ഈ ലാബുകൾ കൊണ്ടുപോയിരിക്കുന്നത്? നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലെ നിരക്ക് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ? ഇപ്പൊ പിന്നെ എങ്ങനെ തീരുമാനിച്ചു സർക്കാർ? ആശുപത്രി നിരക്കുകളെല്ലാം തീരുമാനിക്കാൻ നമുക്ക് അധികാരം. ഇപ്പോൾ പിന്നെ എങ്ങനെ തീരുമാനിച്ചു ശ്രീ അനിൽകുമാർ? ഈ സർക്കാർ അവരുമായിട്ട് കൺസെൻസസിൽ ഉണ്ടായത് അതാണ് ശരിയായ കാര്യം. അവരുമായി ചർച്ച നടത്തി കൺസെൻസസിൽ ഉണ്ടായ കാര്യമാണ്. ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ? സർക്കാരിന് പൂർണ്ണമായി യോജിപ്പുള്ള കാര്യമല്ല. ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ? അവിടെയാണ് പറഞ്ഞത്. ഇപ്പൊ RT-PCR ടെസ്റ്റിന്റെ കിറ്റിന് റേറ്റ് കുറഞ്ഞു. കേരള സർക്കാരിന്റെ നിലപാട് 447 രൂപയാണ്. ഹൈക്കോടതി വിധിയില്ലേ? ഡോക്ടർ അരുൺകുമാർ ഹൈക്കോടതി വിധി ഒന്ന് വായിക്കണം. അല്ല, ഹൈക്കോടതി വിധി സർക്കാരിന്റെ വാദം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ല. കേരള സർക്കാർ എന്ത് അംഗീകരിക്കാനാ? കേരള സർക്കാർ 1500 പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സാധിക്കത്തില്ല, 1700 വേണം എന്ന് വാശി പിടിച്ചതാരാ? ഇപ്പൊ അതിന്റെ മൂന്നിലൊന്നായിട്ട് നമുക്ക് മാറ്റേണ്ടി വന്നില്ലേ ശ്രീ അനിൽകുമാർ? മാറ്റിയത് നല്ലത് തന്നെ. വൈകിയാണെങ്കിലും അതിവേഗം തീരുമാനമെടുത്തതിന് സർക്കാരിനോട് നമുക്ക് നന്ദിയുണ്ട്. പക്ഷേ അത് ഈ സർക്കാരിന്റെ വലിയ ക്രെഡിറ്റ് ആയിട്ട് അങ്ങ് അവകാശപ്പെടരുത്. അതൊരു ചാനലിന് സംപ്രേഷണം ചെയ്യേണ്ടി വന്നു, ഒരു അന്വേഷണം നടത്തേണ്ടി വന്നു. അതിനുശേഷം യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അനിൽകുമാർ.
യുവമോർച്ചയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന നല്ല കാര്യമാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് ഏതവസ്ഥയാണെന്ന് നമുക്കറിയാമല്ലോ. ഓക്സിജന്റെ സിലിണ്ടറും ചുമന്നുകൊണ്ട് നടക്കുന്ന അല്ല, കേരളത്തിലെ RT-PCR റേറ്റ് പറയുമ്പോൾ ഡൽഹിയിലെ ഓക്സിജന്റെ കാര്യം പറയുന്നതിനകത്ത് എന്തർത്ഥം? RT-PCR ടെസ്റ്റ് ചെയ്യുന്നത് ഒരാൾ, ഓക്സിജൻ കിട്ടാതെ പോകുന്നത് മറ്റൊരാൾ. നമുക്ക് തൽക്കാലം ആ വിഷയത്തിൽ നിങ്ങോട്ട് മടങ്ങി വരാം. താങ്കൾ പറഞ്ഞതിൽ ഒരു ഭാഗം സത്യമാണ്. സർക്കാർ പൂർണ്ണമായും സൗജന്യമായിട്ടാണ് കോവിഡ് രോഗികൾക്ക് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ചികിത്സ കൊടുക്കുന്നത്. സർക്കാർ ചികിത്സയിലല്ലാതെ പ്രൈവറ്റ് ആശുപത്രി ചികിത്സ തേടുന്നവനെ നല്ല ഒന്നാന്തരമായിട്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കൊള്ളയടിക്കുന്നുണ്ട്. ഇപ്പോഴും 40,000 മുതൽ 1 ലക്ഷവും അതിന് മുകളിലും വിവിധ റേറ്റുകൾ വാങ്ങിയാണ് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പേരിൽ ചില സ്വകാര്യ ആശുപത്രികൾ കൊള്ളയടിക്കുന്നത്. അതും നമ്മൾ കാണുന്നുണ്ട്. അതും ഈ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും മാറി നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ തൽക്കാലം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അഭ്യർത്ഥിക്കേണ്ടി വന്നത്, നിങ്ങൾ വില കുറയ്ക്കണം. അവിടെ ഒരു വാക്കൂടെ ഡോക്ടർ അരുൺകുമാറിനോട് ഞാൻ ഒരു കാര്യം കൂടെ പറയുക. രാജ്യത്തെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, ഈ RT-PCR റേറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് നിരക്ക് കൊണ്ടുവരാൻ പാടില്ലേ? കാരണം കിറ്റ് ഇറക്കുന്നത് വിദേശത്തു നിന്നാണ്. എന്ത് ചെയ്തു കേന്ദ്ര ഗവൺമെന്റ്? ഈ സമരം നടത്തിയ യുവമോർച്ചയുടെ BJP എന്ത് ചെയ്തു? ഇന്ത്യ രാജ്യത്ത് പോകുന്ന നിരക്കുണ്ടോ? എന്തുകൊണ്ടില്ല? ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരല്ലേ? ദേശീയ ആരോഗ്യ അടിയന്തരാവസ്ഥയല്ലേ? ദേശീയ ദുരന്തമല്ലേ? ഇത് മനസ്സിലാക്കാൻ ഇതേ കിറ്റൊക്കെ കൊണ്ട് തന്നെയല്ലേ ഉത്തർപ്രദേശിലെ സർക്കാരും കർണാടകയിലെ സർക്കാരും അല്ലെങ്കിൽ കർണാടകയിലെ ലാബുകളും ഒക്കെ തമിഴ്നാട്ടിലെ ലാബുകളും ഒക്കെ RT-PCR ചെയ്യുന്നത്. ഇതേ കിറ്റ് തമിഴ്നാട്ടിൽ വെച്ച് RT-PCR എടുക്കുമ്പോൾ 700 രൂപയാവും, കേരളത്തിൽ വരുമ്പോൾ 1700 രൂപയാവുമെങ്കിൽ കിറ്റ് കേരളം ഉണ്ടാകുന്നില്ല. അവതരിപ്പിച്ചൊരു വരി ഉണ്ടായിരുന്നു. അങ്ങയുടെ തന്നെ അവതരണത്തിലൊരു വരി ഞാൻ പറയുന്നു, അതിന്റെ വിശ്വാസ്യത. അങ്ങയുടെ തന്നെ അവതരണത്തിലെ വരിയാണ് അതിന്റെ വിശ്വാസ്യത. നമുക്കത് അങ്ങ് തന്നെ ഇവിടെ അവതരിപ്പിച്ചാണ്, അതിൻ്റെ വിശ്വാസ്യതയാണ് അതിൻ്റെ മറുപടി. അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഇത് സ്വകാര്യ മേഖലയാണ്, ഇത് സർക്കാരിന് ഉത്തരവാദിത്വമില്ല. കേരള സർക്കാരിൻ്റെ തലയെ കെട്ടിവെക്കരുത്. ഇന്ത്യ രാജ്യത്ത് പൊതുനയം ഉണ്ടാക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങിയിട്ടില്ല. ശരി. ആ വിഷയങ്ങളിൽ നിന്ന് എനിക്ക് ഈ ഇലക്ഷൻ റിസൾട്ടിലേക്ക് കൂടി ഒന്ന് എത്തേണ്ടതുണ്ട്. PR ശിവശങ്കറിലേക്ക് എത്തുന്നതിന് മുൻപ് താങ്കൾ എന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് എത്തിയാൽ, പോൾ ഓഫ് പോൾസിലേക്ക് എത്തിയാൽ, വികസനം എന്ന് പറഞ്ഞപ്പോൾ BJP നേതാവിന് ചിരി വന്നു. വികസനം എന്ന് പറഞ്ഞപ്പോൾ BJP നേതാവിന് ചിരി വന്നു. അദ്ദേഹം ചിരിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഓക്സിജൻ സിലിണ്ടറുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ BJP-ക്കാർ ഇന്ത്യ രാജ്യത്ത് ആശുപത്രി പണിയാമെന്ന് നോട്ട് ചോദിച്ചോ? അണക്കെട്ട് കെട്ടാമെന്ന് നോട്ട് ചോദിച്ചോ? അവർ വോട്ട് ചോദിച്ചത് അമ്പലം പണിയാമെന്ന് പറഞ്ഞാണ്. അവർ ശരണം വിളിച്ചിട്ടാണ് വോട്ട് ചോദിച്ചത്. വികസനം എന്ന് കേട്ടാൽ ചിരി വരും BJP-ക്ക്. അവരെന്താ നമ്മുടെ നാട്ടിൽ ഇവിടെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഒരു വരി എന്താണ്? ഞങ്ങൾ പഴഞ്ചന്മാരാണ്. ഞാൻ ഈ ചർച്ച കേട്ടിട്ടുണ്ടല്ലോ. BJP-യുടെ വക്താവ് എന്ന് പറയുന്നത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന മൃഗത്തിൻ്റെ പേരാണ് ആര്? പശു. പിന്നെ എന്താ BJP വിളിക്കേണ്ടത്? BJP-ക്കാർ എന്താ നമ്മുടെ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഈ 24-ന്റെ ചർച്ച പറഞ്ഞു, 2 മതങ്ങൾ ഞങ്ങൾക്കെതിരാണ് കേരളത്തിൽ. ഏത് മതമാണ് BJP-ക്കെതിരെ? BJP മതങ്ങൾക്കെതിരാണ്. എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഭീഷണികൾ? പറഞ്ഞ പുസ്തകത്തിൻ്റെ പേര് വിചാരധാര, എഴുതിയ ആളുടെ പേര് ഗോൾവാക്കർ. മതങ്ങൾ ഞങ്ങൾക്കെതിരാണെന്ന് BJP പ്രകൃതി പറയുമ്പോൾ അങ്ങനല്ല. മതങ്ങൾക്കെതിരാണ് വിചാരധാര, മതങ്ങൾക്കെതിരാണ് RSS. അതാണ് യാഥാർത്ഥ്യം. അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വന്നിട്ട് ശരണം വിളിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വികസനം എന്ന് കേട്ടാൽ നിലവിളി വരും. അതുകൊണ്ട് ഞങ്ങൾ പുച്ഛം വരും, ചിരി വരും. അതേ അവരോട് പറയാനുള്ള മറുപടി ഉള്ളൂ. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഒറ്റ നിമിഷം ഞാൻ ശിവശങ്കറിന്റെ മറുപടി ഈ വിഷയത്തിൽ എടുത്തിട്ട് ഞാൻ തിരിച്ചങ്ങയിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, ഈ പ്രധാനമന്ത്രി വിളിച്ച ശരണം വിളിയൊക്കെ പാഴാവോ? പ്രധാനമന്ത്രി വിളിച്ച ശരണംവരി ഒന്നും ഇതുവരെ പാഴായിട്ടില്ല. നമുക്ക് നോക്കാം എത്രത്തോളം ഈ പറയുന്ന വിജയത്തിലേക്ക് ആ ശരണം വിളി എത്തുമെന്ന്. സമയമുണ്ടല്ലോ. എനിക്ക് സമയം ഇത്തിരി അധികം വേണം. അദ്ദേഹം പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് ഞാൻ തുടങ്ങാം. തിരിച്ച് ശ്രീ KL കുമാർ, അങ്ങേക്ക് തുടരാം. അങ്ങേക്ക് വിശദമായിട്ട് മറുപടി തരാൻ PR ശിവശങ്കർ തയ്യാറാണ്. തുടർന്നോളൂ. ഇവിടെ UDF കയറി വന്നു. ആ UDF കയറി വന്നു എന്നാണ് പറയുന്നത്. ഞാൻ UDF-ന് BJP-ക്ക് ഒരുമിച്ചാണ് മറുപടി പറയുന്നത്. എന്തായിരുന്നു ഇവർ ഒരുമിച്ച് കേരളത്തിൽ നടത്തിയ കൂട്ടുകച്ചവടം? സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറഞ്ഞിട്ട് ഇവർ നടത്തിയ പ്രചരണം ജനങ്ങൾ വിശ്വസിച്ചെന്നാണോ പറയുന്നത്? കോൺഗ്രസ് എവിടെ കയറി വന്നെന്നാ പറയുന്നത്? ഞങ്ങൾ ആധികാരികമായിട്ട് പറയുന്നു, കഴിഞ്ഞ BS സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ 8 ജില്ലകളിൽ LDF-നായിരുന്നു മുൻകൈ. തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് പറയുന്നത്. 2 സീറ്റിനാണ് ഉമ്മൻചാണ്ടി മുന്നിൽ വന്നത്, UDF മുന്നിൽ വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്ന് 68 സീറ്റ് കിട്ടി. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മുന്നണി ഉപരീകരണം വന്നു. ഈ ഉപരീകരണത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ നല്ല സർക്കാർ നിലയ്ക്ക് ഭരണത്തുറച്ച് ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾ എന്താ? ഇന്നിപ്പോൾ കേരളത്തിൽ വന്ന കഥ നോക്കൂ. 3 കോടി രൂപയുടെ കള്ളപ്പണം ഒരു ദേശീയ പാർട്ടി എവിടെ ചെന്ന് നിൽക്കുന്നു? അത് ഈ രാജ്യത്ത് കള്ളപ്പണം ഒഴുക്കി BJP.
ഈ കർണാടകത്തിൽ നിന്നാണ് പണം കൊണ്ടുവന്നത്. എണ്ണി വന്നപ്പോൾ ഇവർ പറഞ്ഞ് 25 ലക്ഷമല്ല, പരാതിക്കാരൻ പറഞ്ഞ് 25 ലക്ഷമല്ല, പിടിച്ചതിനൊക്കെ വലുത് അളയിലിരിക്കുന്ന പോലെ കിട്ടി കാശ്. RSSന് നേതാവ് അതിലുണ്ട്, BJPയുടെ നേതാവ് അതിലുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ നിന്ന് BJP കള്ളപ്പണം ഒഴുക്കി. നമുക്ക് കള്ളക്കടത്തിനെ കുറിച്ച് വലിയ ചർച്ച നടത്തുന്ന BJPയുടെ നേതാവുണ്ടല്ലോ, കേന്ദ്രമന്ത്രി. അദ്ദേഹം എവിടെ പോയി? ഈ 3 കോടി രൂപയുടെ കള്ളപ്പണത്തിന്റെ കഥ വന്നിട്ട് എവിടെ ചെന്ന് മുട്ടുന്നു? നമുക്കത് കാണാം. അതുപോലെ തന്നെ ഇന്ന് വേറൊരു വാർത്ത, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് KMCCയുടെ നേതാവ് ഉണ്ടാക്കിയ തന്ത്രം കണ്ടില്ലേ? ഒരു നാടകം. ഈ നാടകങ്ങൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കാവുന്നതാണോ? ഞങ്ങൾ കടൽ വിറ്റോ? ആരാണ് തുറമുഖം വിറ്റത്? ആരാണ് വിമാനത്താവളം വിറ്റത്? ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയവരാണ്. ഇത് ജനങ്ങൾ കാണുന്നില്ലേ? കിറ്റ് വീടുകളെ കൊടുത്ത ക്ഷേമത്തിന് നടപടി ജനങ്ങൾ കാണുന്നില്ലേ? കോവിഡിന് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ജനങ്ങൾ കാണുന്നില്ലേ? ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ 100+ ആണ് പറയുന്നത്. അത് കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഫലത്തിലുണ്ട്, ആ വോട്ടിന്റെ എണ്ണം ഫലത്തിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി UDF കയറുമെന്ന് പറഞ്ഞാൽ എങ്ങനെ കയറുമെന്ന് എന്നാണ് പറയുന്നത്. ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നഗരമണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന കള്ളപ്രചരണം, ആ കള്ളപ്രചരണത്തിൽ ഒന്നാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. ഇപ്പൊ കോടതിയുടെ വിധി വന്നല്ലോ. വിധി വന്നിട്ട് എന്താ പറയുന്നത്? 21 തവണ സ്വർണം കള്ളക്കടത്ത് നടത്തി. തെളിവ് എവിടെ? ഒരു കേസിന് ഇന്നാ ചോദിക്കുന്നത്, തെളിവ് എവിടെ? നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കള്ളം പറഞ്ഞു, മന്ത്രിമാർക്കെതിരെ കള്ളം പറഞ്ഞു, സ്പീക്കർക്കെതിരെ കള്ളം പറഞ്ഞു, തെളിവ് എവിടെ? അതുകൊണ്ട് ഞങ്ങള് ശബരിമലയാണേലും സ്വർണ്ണക്കള്ളക്കടത്താണേലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒളിച്ചു പോകാനിരിക്കില്ല, ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. ശരി അനിൽകുമാർ, ഇന്ത്യ ടുഡേ സർവേ ശരിയാവുകയാണെങ്കിൽ സംയുക്ത കൂട്ടുമുന്നണി ഇന്ത്യ ടുഡേ സർവേ ശരിയാവുകയാണെങ്കിൽ കോട്ടയത്തടക്കം തിരുവഞ്ചൂരിനെ പരാജയപ്പെടുത്തി അനിൽകുമാർ നിയമസഭയിലേക്ക് എത്തുന്നത് കാണേണ്ടി വരും. കാരണം 20 MLA-മാരുമായിട്ട് UDF അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ആ സർവേയിലെ ചില സൂചനകൾ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ MLA-മാർ ഒരുപക്ഷെ മുസ്ലിം ലീഗിന് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അങ്ങനൊരു അവസ്ഥ താങ്കൾ കണക്കാക്കുന്നുണ്ടോ? കോട്ടയത്തെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായി പരാമർശം നടത്തുന്ന അനുചിതമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് ആ ചോദ്യം ചോദിച്ചത് നന്ദി പറയുന്നു. എനിക്ക് കോട്ടയത്തെ ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങളോടും പൗരസമൂഹത്തോടുള്ള നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊരു പ്രവചനത്തിൽ നിൽക്കുന്നില്ല. എന്ത് വന്നാലും ആ ഒരു രാഷ്ട്രീയ പ്രവർത്തക നിലയ്ക്ക് വിവേകത്തോടെ അതിനെ സ്വീകരിക്കുന്ന, പക്വതയോടെ സ്വീകരിക്കുന്ന ഒരു നിലയാണ് സ്വീകരിക്കുന്നത്. ഞങ്ങളെല്ലാം നിൽക്കുന്നത്. ഈ ചോദ്യം ഞാൻ രാഹുൽ ബാങ്കൂട്ടത്തിന് വേണ്ടി റിസർവ് ചെയ്യുന്നു. ഈ ഇന്ത്യ ടുഡേ സർവേ ശരിയാവുകയാണെങ്കിൽ 20 സീറ്റായിരിക്കും UDFന് ലഭിക്കുക. അതിൽ ഒരുപക്ഷെ 10 സീറ്റുകളിലേക്കൊക്കെ കോൺഗ്രസ് ഒതുങ്ങുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ സർവേയുടെ റിസൾട്ട് എങ്ങനെയാണ്? കാരണം കേരളത്തിലുടനീളം സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ, ഈ 2ാം തരംഗമൊക്കെ വരുന്നതിന് മുൻപ്. അതിൽ പലയിടങ്ങളിൽ നിന്നും കിട്ടിയ വാർത്തകൾ മറ്റൊന്നായിരുന്നു. പക്ഷേ ഈ സർവേ ഫലങ്ങൾ നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ. രാഹുലിലേക്ക് വരാം. അതിന് മുമ്പ് PR ശിവശങ്കർ താങ്കൾക്ക് മറുപടി പറയാം. ഞാൻ രാഹുലിന് മറുപടി പറഞ്ഞു തുടങ്ങാം. BJP-കാരനായിട്ട് വോട്ട് ചെയ്യുവാൻ നാണക്കേടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യം ഈ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ്, ഫൗണ്ടറിന്റെ സ്വന്തം ഫോട്ടോ, അദ്ദേഹത്തിന്റെ ഫോട്ടോ സ്വന്തം പാർട്ടി ഓഫീസിൽ വെക്കാൻ കഴിയാത്തതിനേക്കാൾ നാണക്കേടായിട്ട് ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ രാഹുലെ? നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങളാണല്ലോ പറയുന്നത് ഇത് ദേശീയ പാർട്ടി, അത് സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് തുടങ്ങിയ പാർട്ടി, സ്വന്തം പാർട്ടി ഉണ്ടാക്കിയത് ആരാന്ന് പോലും ഇപ്പം നെഹ്റു ആണെന്നൊക്കെ പറഞ്ഞേക്കാം. ആ പാർട്ടിയുടെ നേതാവിന്റെ ഫോട്ടോ സ്വന്തം പാർട്ടി ഓഫീസിൽ വെച്ചിട്ടില്ല. ഒരു MP സ്വന്തം ഭാര്യ മോളിൽ കിടന്ന് മരിച്ചപ്പോൾ താഴെ ഇരുന്ന് ചായ കുടിക്കുകയാണെന്ന് പറഞ്ഞ MP, സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും അവരുടെ മക്കളും മക്കളുടെ മരുമക്കളുമെല്ലാം ജാമ്യത്തിലിറങ്ങി കള്ളപ്പണത്തിന്റെയും സാമ്പത്തിക തട്ടിപ്പിന്റെയും പേര് നടക്കുന്ന പാർട്ടി, ഒരു കേരളത്തിലെ മുഴുവൻ നേതാക്കളും ഒരു സോളാറിന്റെ സാരിത്തുമ്പിൽപ്പെട്ട് ജീവിതം ഹോമിക്കാൻ നടക്കുന്ന പാർട്ടി. ഈ പാർട്ടിയിൽ വോട്ട് ചെയ്യുവാനും നിൽക്കുവാനും നാണമില്ലാത്തവർക്ക് ഞങ്ങളെ നോക്കി നാണമില്ലാമെന്ന് ചോദിക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അവർക്ക് നാണം എന്താണെന്നോ മാനം എന്താണെന്നോ മനസ്സിലാക്കാത്ത ഒരു വ്യവസ്ഥയിലായിരിക്കാം അവർ. അതുകൊണ്ട് ഞാൻ രാഹുലിനോട് അത് പറഞ്ഞ ആളുകളെയോ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. അവർക്ക് അതായിരിക്കും വിധി എന്ന് മാത്രം ഞാൻ പറയുന്നു. 2, എന്നോട് അദ്ദേഹം ചോദിച്ചു, CPM-ന്റെ പ്രതിനിധി ചോദിക്കുകയാണ്, തെറ്റുകളാണ് BJP പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്ര സത്യങ്ങളൊന്നും BJP പറയുന്നില്ല. ഞാൻ പഴയ കഥയിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിലെ 2 ശാസ്ത്ര സത്യം മാത്രം പറയുന്ന CPM-ന്റെ നേതാക്കൾ പറഞ്ഞ 2 കാര്യങ്ങൾ.
ഒന്ന് സാർവത്രിക വിദ്യാഭ്യാസം. സാർവത്രിക വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ സൃഷ്ടിയാണ്. ആധുനിക മുതലാളിത്തത്തിന് നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു വിദഗ്ധൻ, ഒരു വലിയ ബുദ്ധിജീവി ഈ കേരളത്തിൽ CPM-ന്റെ പാർട്ടി നേതാവായി ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് സഖാവെ. അദ്ദേഹത്തെ ആദ്യം തിരുത്തുക. അതെ, സാർവത്രിക വിദ്യാഭ്യാസം വേണ്ടേ? അങ്ങനെയാണ് അനിൽകുമാർ പറയുന്നത്. 2, കൊറോണയ്ക്കെതിരെയുള്ള സമരമുഖം ആ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരമുഖമായി മാറ്റിക്കൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്യണമെന്നല്ലേ ബേബി സഖാവ് പറഞ്ഞ്. എൻ്റെ സഖാവേ, ഇത് എന്തൊരു നാണക്കേടാ. നിങ്ങൾ ഈ കേരളത്തിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വലിയ ശാസ്ത്ര ബുദ്ധിയൊന്നും പറഞ്ഞ് കേരളത്തിലേക്ക് വരണ്ട. സാർവത്രിക വിദ്യാഭ്യാസവും കൊറോണയും നവലിബറൽസും ഒക്കെ കേട്ട് മടുത്ത് ജനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഒരു സംശയവുമില്ല ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ. ഇത്തരത്തിലുള്ള നേതാക്കൾ പ്രസംഗിച്ചാൽ തന്നെ ജനങ്ങൾ നിങ്ങൾക്കെതിരാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ RT-PCR കാര്യത്തിൽ ഞാൻ അങ്ങോട്ടൂടെ തുടങ്ങട്ടെ. 23-ാം തീയതി ചർച്ചയിൽ, ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ ഞാനിത് മുന്നോട്ട് വെച്ചപ്പോൾ എനിക്ക് വിഷമമുണ്ട്. താങ്കളടക്കം അപ്പോൾ പത്മനാഭ ഷേണായിയോട് കറക്ഷനായിട്ട് പോയതാണ്, പിന്നെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞതാണ് 1500 തൊട്ട് 2000 വരെ പല സ്ഥലത്തും. വയനാടൊക്കെ 2000 രൂപ ചാർജ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ കേരളത്തിൻ്റെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ഗുജറാത്തിലും തമിഴ്നാട്ടിലും 700 രൂപയ്ക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ അത് അംഗീകരിക്കാണ്ട് പത്മനാഭ ഷേണായിട്ട് ചോദിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ആളുണ്ടായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. ഏതായാലും താങ്കൾ തിരുത്തിയതിൽ എനിക്ക് സന്തോഷം. പക്ഷേ സംസ്ഥാനത്തെ മുഴുവൻ മാധ്യമങ്ങളും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. അന്ന് തൊട്ട് എത്രയോ നാളായി കർണാടകയിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനത്തിൽ പോലും 700 രൂപയ്ക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇവിടെ RT-PC കൊള്ള നടത്തുകയായിരുന്നു എന്നുള്ളൊരു സംശയവുമില്ല. അത് ഞാൻ ഉന്നയിച്ചപ്പോൾ പോലും അതിന് തടസ്സവാദം ഉന്നയിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട അരുണും ചെയ്തത്. അങ്ങനെ പറയുന്നത് എനിക്ക് ഏതെങ്കിലും RT-PCR ടെസ്റ്റിന്റെ റേറ്റ് കൂട്ടണം നിർബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പുറപ്പെടൂ. താങ്കൾ അന്ന് പറഞ്ഞതിൽ നിന്നുള്ള പ്രചോദനം കൂടിയാണ് ആ അന്വേഷണം. താങ്കൾ അറിയുക, താങ്കൾ അന്ന് പറഞ്ഞതിൽ നിന്നുള്ള പ്രചോദനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷന് പോകുന്നതും അവിടെ താങ്കൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതും. ആ അർത്ഥത്തിൽ അതിന്റെ ഒരു പകുതി ക്രെഡിറ്റ് PR ശിവശങ്കറിനുള്ളതാണ്. താങ്ക് യു, ഐ സല്യൂട്ട് ദാറ്റ്. തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം, ഈ കേരളത്തിൽ ഇത്തരത്തിൽ എന്നിട്ട് പറയുകയാണ് അത് CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെയും നേട്ടമാണെന്ന് പറയുമ്പോൾ ഇത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് അനിൽകുമാർ? എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾക്ക് അത് പറയാണ് അത് പ്രൈവറ്റ് കമ്പനിയല്ലേ, അവർക്കത് എടുക്കാൻ പാടില്ലേ, അങ്ങനെ എടുക്കണ്ടേ? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവർക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ്. അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ പറയട്ടെ, അത്തരത്തിലെടുത്ത എല്ലാ ഇവിടുത്തെ ലാബുകൾക്കെതിരെയും ഞങ്ങൾ നിയമപരമായ നടപടിയെടുക്കും, അവരെ തിരിച്ചാ പണം കൊടുപ്പിക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് അനിൽകുമാറിന്? ഞങ്ങൾ പറയാൻ തയ്യാറാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കൊള്ള നടന്നിട്ട് അതിനെ മൗനാനുവാദം കൊണ്ട് തട്ടിപ്പ് കൊണ്ട് നിങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നില്ലേ? എന്നിട്ട് പറയാണ് ഇപ്പോൾ കുറച്ചപ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ ഗുണമാണ്, ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു, നിങ്ങൾക്ക് സുപ്രീം കോടതി നിങ്ങൾക്ക് പറയായിരുന്നില്ലേ ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഇത്രയാണുള്ളത്? CA നടത്തുമ്പോൾ നിങ്ങൾ പറയാറുണ്ടല്ലോ. ഇതേ ചോദ്യം ഇന്ന് കേന്ദ്ര സർക്കാരിനോട് ഡൽഹി കോടതി ചോദിച്ചിട്ടുണ്ട്. ഓക്സിജൻ വിതരണത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തുല്യത പാലിക്കാഞ്ഞതെന്ന്. അശോക ഹോട്ടലിൽ ഈ പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ കിടക്കുന്നവൻ ഓക്സിജൻ കിട്ടുകയും നാട്ടിൽ കിടക്കുന്നവൻ ഊർദ്ധശ്വാസം വലിച്ചു മരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് ശ്രീ PR ശിവശങ്കർ. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരും ഈ ചോദ്യത്തിന് മറുപടി നൽകി ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ മുഴുവൻ പിടിച്ചകത്തിടേണ്ടി വരും. തീർച്ചയായിട്ടും അശോക ഹോട്ടലിൽ പോയത് സാധാരണക്കാരനും IAS-കാരനും ജഡ്ജിയുമാണെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. കേരളത്തിലോ രാജ്യത്തോ അതിന് തയ്യാറുള്ള ജഡ്ജിമാരുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. അത്തരത്തിൽ സാധാരണക്കാരൻ ഓക്സിജൻ കിട്ടാതെ മരിക്കുമ്പോൾ, താഴെ കടന്ന് വീഴുമ്പോൾ ജഡ്ജിമാരാണ്, IAS-കാരാണ്, മന്ത്രിമാരാണ് എന്നുള്ള യോഗ്യത പറഞ്ഞുകൊണ്ട് അശോക ഹോട്ടലിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഓക്സിജന്റെ പിന്തുണയോടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും സമരം ചെയ്യണം. ഞാനും അതിന്റെ മുന്നിലുണ്ടാവും. ഒരു കാര്യം കൂടി ഒന്ന് മറുപടി നൽകിയാൽ നന്നായിരിക്കും. ഈ കുഴൽപ്പണം ഇറക്കിയിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ലെന്നൊരു കുത്തുവാക്കുണ്ടായിരുന്നു അനിൽകുമാറിന്റെ മറുപടിയിൽ. എനിക്ക് അതാണ് വിചിത്രമായിട്ട് തോന്നിയത്. ഇത് 2-ാം തീയതി കുഴൽപ്പണം പിടിച്ചിട്ട് എന്തുകൊണ്ട് പോലീസിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മിണ്ടിയില്ല? എന്തുകൊണ്ട് 8-ാം തീയതി 7-ാം തീയതി ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു? അപ്പൊ ഇവരുടെ പണമാണെന്നാണ് എനിക്ക് സംശയം. ഞങ്ങളുടെ പണമല്ല. ഞങ്ങളുടെ പണമാണെങ്കിൽ അന്നേ ഞങ്ങളെ അറസ്റ്റ് ചെയ്യില്ലേ, അന്നേ വിളിച്ചു പറയില്ലേ? അപ്പൊ തിരഞ്ഞെടുപ്പിന് മുൻപേ ഈ ധർമ്മരാജിനുമൊക്കെ ബന്ധമുള്ള ആളുകളുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് ശ്രീ ശിവശങ്കർ.
അറസ്റ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനെ ഞങ്ങളാണോ നിയന്ത്രിക്കുന്നത്? ഞങ്ങളല്ല നിയന്ത്രിക്കുന്നത്. അറസ്റ്റ് ചെയ്യോ തെറ്റുണ്ടെങ്കിൽ. അതായത് എല്ലാം ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് പോവുകയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കോടതി ചോദിച്ച ചോദ്യം നമ്മൾ കണ്ടതാണ്. 20 തവണ കള്ളക്കടത്ത് നടത്തിയതിന് എവിടെ തെളിവെന്ന് കോടതി ചോദിക്കുന്നു. സ്വർണ്ണക്കടത്ത് വിഷയം ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ BJPക്ക് 0 സീറ്റുകൾ 4 ഏജൻസികൾ പ്രവചിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. മറുഭാഗത്ത് കുഴൽപ്പണക്കടത്തിൽ BJPയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. എല്ലാം ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് പോകുമോ? അത് ആന്റി ക്ലൈമാക്സ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ക്ലൈമാക്സ്. അത് ആന്റി ക്ലൈമാക്സ് എന്തിനാ കാണുന്നത്? അതാണ് ശരിയെങ്കിൽ അത് പുറത്തേക്ക് വരട്ടെ. ശരി, ഞാൻ രാഹുൽ ബാഗോട്ടത്തിലേക്ക് വന്നു. രാഹുൽ ബാഗോട്ടത്തിൽ അൽകുമാറിന് മറുപടി കൊടുക്കുന്നതോടൊപ്പം എൻ്റെ ഈ ചോദ്യത്തിന് കൂടി ഒന്ന് മറുപടി നന്നായിരിക്കും. ഈ ഇതുവരെയുള്ള പോൾ ഫലങ്ങൾ വരുമ്പോൾ എൻ്റെ ഒരു സംശയവും ഒരു ഭയവും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് മുസ്ലിം ലീഗ്, ഭയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസ് എന്ന പാർട്ടി പിന്നിൽ പോകുന്നത് കൊണ്ടാണ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുന്നിലേക്ക് വരുന്നത് കൊണ്ടല്ല എന്ന് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ. അപ്പോൾ ആ അർത്ഥത്തിൽ UDFൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി കോൺഗ്രസിനെ പിന്തള്ളി മുന്നിലേക്ക് വരാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ടെന്ന് ഈ ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വളരെ ദുരന്തമായിരിക്കുമല്ലോ രാഹുൽ. അല്ല, ഒന്ന് അതിനു മുമ്പ് ഈ ശിവശങ്കർ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് ഈ കോൺഗ്രസിന്റെ ഫൗണ്ടറിന്റെ ചിത്രം കോൺഗ്രസ് ഓഫീസിൽ അടക്കം ഇരിപ്പുണ്ട്. അത് ശിവശങ്കർ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് കാണിച്ചു തരാം. അതിനകത്ത് വേറൊരു ഡിബേറ്റ് ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ ഒരു കൊലപാതക കേസിൽ വ്യാജ ഏറ്റുമുട്ടൽ കേസിലുമൊക്കെ ആദ്യമായി ഈ രാജ്യത്ത് ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു പാർട്ടി അധ്യക്ഷനുണ്ട് എങ്കിൽ അത് BJPയുടെ അധ്യക്ഷനാണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടിയുടെ പ്രസിഡന്റിന് അഴിമതി കേസിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ പാർട്ടിയുടെ പേര് BJP എന്നാണ്. പിന്നെ BJPയുടെ വിവരക്കേടുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 24-ന്റെ ചർച്ച വല്ലാണ്ട് അങ്ങ് കോമഡി ഷോ ആയി പോകും. പശു ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുന്നത് തൊട്ട് ഇവിടെ മരിക്കാറായി കിടക്കുന്ന ഒരു രോഗിക്ക്, കോവിഡ് ബാധിച്ച് മരിക്കാറായി കിടക്കുന്ന രോഗിക്ക് ഗോമൂത്രം കൊണ്ട് കൊടുക്കുവാനും മാത്രമുള്ള വിവരക്കേട് ലോകത്തെ ആരെങ്കിലും കാണിക്കുമെങ്കിൽ അത് നിങ്ങളുടെ പാർട്ടിക്കാർ മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ സംസ്കാരത്തിലേക്കും പൈതൃകത്തിലേക്കും പോയ ഗാന്ധിജി നിസ്സാരമായിട്ടൊന്ന് വെടിയേറ്റ് കൊന്നതല്ലേ ഉള്ളൂ ഗോഡ്സെ എന്ന് വരെ പറഞ്ഞ നേതാക്കന്മാരുള്ള ആളുകളാണ് നിങ്ങൾ. പിന്നെ ഗാന്ധിജിയെ കൊന്ന ആളുടെ പടം വരെ ഇങ്ങനെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന പാർട്ടിക്ക് അതിനെപ്പറ്റി ഞാൻ പലപ്പോഴും ഇതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യാൻ തന്നെ ആഗ്രഹിക്കാത്ത ആളാണ്. പിന്നെ പപ്പടം കഴിച്ചു കഴിഞ്ഞാൽ കൊറോണ വരത്തില്ല എന്ന് പറഞ്ഞ ശാസ്ത്രം, അങ്ങനെ ഒരുപാട് ശാസ്ത്ര മേഖലയിൽ BJPയുടേതായ വലിയ സംഭാവനകൾ ഉണ്ട്. അപ്പം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവർക്ക് അപമാനമാണ് എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ മറ്റേ 2000-ന്റെ നോട്ടിലെ ചിപ്പ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. സിമ്മ് വരെ ഇട്ട് 2000-ന്റെ നോട്ടിൽ നിന്ന് ഫോൺ വിളിക്കാമെന്ന് വരെ പറഞ്ഞ BJP നേതാക്കന്മാരെ എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. ചാനൽ റൂമുകളിൽ നിന്ന് വരെ പറഞ്ഞവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സർവേകളിലൊന്നും ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല. 2 ദിവസം കൂടെ CPMകാർ സന്തോഷമായി കഴിയട്ടെ. ഇപ്പോൾ കോട്ടയത്തെ റിസൾട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കുക എൻ്റെ ഉദ്ദേശമല്ല. എങ്കിലും പറയുകയാണ്, ശ്രീ അനിൽകുമാർ അദ്ദേഹം വളരെ പക്വതയുള്ള നേതാവാണ്. താങ്കൾ ഇപ്പോൾ കൊടുത്ത ഈ ആത്മവിശ്വാസം എല്ലാം കൂടെ കേട്ട് അദ്ദേഹം പാട്ടൊന്നും തയ്യാറാക്കി വെക്കത്തില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ കഴിഞ്ഞ ആറ്റിങ്ങൽ പാർലമെന്റ് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ കൂടി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ്സുകാർ നിങ്ങളുടെ ഈ സർവേ ഒക്കെ വിശ്വസിച്ചിട്ട് അവിടെ ഈ സമ്പത്തിന് വേണ്ടിയിട്ട് പടക്കം കൊണ്ടുവന്നായിരുന്നു. അത് ഞാൻ കൂടി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ പകുതി വിലയ്ക്ക് സമ്പത്തിൻ്റെ നിന്ന് പടക്കം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തന്നെ പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം അത്തരം ആശങ്കകളൊന്നുമില്ല. ഇന്നിപ്പോൾ സർവേയിൽ പിണറായി വിജയന് സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ വേണ്ടിയിട്ട് RSPയേക്കാൾ താഴെയാണ് കോൺഗ്രസിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാലും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിൽ ഇന്നത്തെ ദിവസം ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. കാരണം അതെല്ലാം എക്സിറ്റ് പോളുകളാണ്. യഥാർത്ഥ ചിത്രമെന്ന് പറയുന്നത് ഇവിടെ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നവർ, അത് വലിയ ഡിബേറ്റബിൾ ആണ്. ഇവിടെ അനിൽകുമാർ ക്യാപ്റ്റൻ വിളിയെ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷെ P ജയരാജൻ സഖാവ് അംഗീകരിക്കുന്നില്ല, കോടിയേരി സഖാവ് അംഗീകരിക്കുന്നില്ല, EP ജയരാജൻ സഖാവ് അംഗീകരിക്കുന്നില്ല. അത് വേറെ വിഷയം. എന്തായാലും ക്യാപ്റ്റനും സംഘവും ക്ലീൻ ബൗൾഡായി പോകുന്നൊരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഒരേ സമയത്ത് ഈ മെയ് 2-ാം തീയതി ഉണ്ടാകുവാൻ പോകുന്ന 2 വാർത്തകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ എനിക്കൊന്നു ഒരു ചെറിയ സാങ്കേതിക തടസ്സം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ രാഹുലിലേക്ക് വളരെ വേഗം തിരിച്ചു വരാം. രാഹുൽ തുടരാമോ? എനിക്കൊരു ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വേഗം ഞാൻ തിരിച്ചു വരാം. ഈ
പോൾ ഓഫ് പോൾസിൽ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം 4 ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ നമ്മൾ പോൾ ഓഫ് പോൾസിൽ 24 ഓഗ്മെന്റ് റിയാലിറ്റിയിൽ പ്രേക്ഷകർ കണ്ടത്. ഈ സർവേ ഫലങ്ങൾ അനുസരിച്ച് കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അനിൽകുമാറിലേക്കൊന്നും ഞാൻ വളരെ വേഗം വന്ന രാഹുൽ, ഞാൻ തിരിച്ചു വരാം, ചെറിയ സാങ്കേതിക തടസ്സമാണ്. അനിൽകുമാർ, രാഹുൽ പറഞ്ഞതിനുള്ള മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ. ഇല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, ആ ഫലം 101 സീറ്റിൻ്റെ വിജയമാണ്. അത് പിണറായി തന്നെ നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പായിരുന്നു. പാലാ തെരഞ്ഞെടുപ്പിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? കോന്നി തെരഞ്ഞെടുപ്പിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ മുൻനിർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും അക്കാര്യത്തിലില്ല. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ നയങ്ങൾക്കും 5 കൊല്ലക്കാലം പിണറായി സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ, മന്ത്രിമാർ, ഏറ്റവും നല്ല മന്ത്രിമാർ, ഏറ്റവും നല്ല മുഖ്യമന്ത്രി, അവർ നടത്തിയ പ്രവർത്തനത്തിനുമാണ്. പിന്നെ അദ്ദേഹം തെറ്റായൊരു വാക്ക് എന്നെ കോട്ട് ചെയ്തു. ആപത്തിനെ അവസരമാക്കുക എന്ന് ഞാൻ പറഞ്ഞത് വേറെന്തോ തരത്തിലാണ്. അങ്ങനെയല്ല. COVID-19 വന്നപ്പോൾ നമ്മൾ അടച്ചിടൽ കാലത്ത് സുഭിക്ഷകരണ പദ്ധതി ഉണ്ടാക്കി. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടി വന്നാൽ മരവിച്ചിരിക്കുകയല്ല ചെയ്തത്, കേരളം മുന്നോട്ട് പോവുകയും ചെയ്തത്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവസരം ഉണ്ടാക്കുകയും പദ്ധതി പൂർത്തിയാക്കാൻ നിർമ്മാണം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. ശരി, രാഹുൽ തുടരാം. ചുരുങ്ങിയ സമയമേ ഇനിയുള്ളൂ നമുക്ക്. ഞാൻ പറഞ്ഞു വന്നത്, മെയ് 2-ാം തീയതി വൈകുന്നേരം CPM സംസ്ഥാന സെക്രട്ടറി ഇറങ്ങി വന്നിട്ടൊരു പത്രസമ്മേളനമുണ്ട്. മത സാമുദായിക സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF നേടിയ ഈ വിജയം, ഇത് വർഗീയമായ വിജയമാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഒന്ന് നടക്കാൻ പോകുന്നു. അതേ സമയത്ത് തന്നെ നടക്കുവാൻ പോകുന്ന മറ്റൊരു പത്രസമ്മേളനം എന്ന് പറയുന്നത് മാരാർജി ഭവനിൽ നിന്നുള്ളതാണ്. സംപൂജ്യമായി NDA, ഈ 2 വാർത്തകളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു തർക്കവും വേണ്ട. കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി മെയ് 2-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ അധികാരത്തിലേക്ക് വരും. അന്നത്തെ ദിവസം വരെ ഇവർക്കെല്ലാവർക്കും അവർ BJP ജയിക്കുമെന്നും CPM ജയിക്കുമെന്നും, ഇനി അതല്ല സ്വതന്ത്രരെല്ലാം കൂടെ കൂടി 2020 ജയിക്കുമെന്നും ഒക്കെ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. അവരുടെ അത്തരം 2 ദിവസങ്ങളിൽ കൂടിയുള്ള ആ ആശ്വാസങ്ങളെയും ആത്മവിശ്വാസങ്ങളെയും ഒന്നും കളങ്കപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം, നമ്മുടെ മുന്നിൽ എന്തായാലും 3 സാധ്യതകളേ ഉള്ളൂ. സർവേ ഫലങ്ങൾ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ളതായിരിക്കും ഒരു വാർത്ത. രണ്ടാമത്തെ ഒരു സാധ്യത അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഏജൻസിയും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അങ്ങയുടെ പ്രതീക്ഷയിൽ നിന്ന്, അങ്ങയുടെ ബൂത്ത് തല സമിതിയുടെ കണക്കുകൂട്ടലുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് UDF ആണ് അധികാരത്തിൽ എത്താൻ പോകുന്നത് എന്ന ഒരു സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ അന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഉമ്മൻചാണ്ടി ആയിരിക്കും, രമേശ് ചെന്നിത്തലയായിരിക്കും, അതോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരിക്കും? ഇവർ 3 പേരും കൂടെ ഒന്നിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയ ഞങ്ങൾക്ക് ക്യാപ്റ്റൻ ഒന്നുമില്ല. ഇത് മുഖ്യമന്ത്രി ആര് എന്ന് സ്വാഭാവികമായിട്ട് ഈ പാർട്ടി തീരുമാനിച്ചോളൂ. അതിനകത്ത് നമ്മളിപ്പം ഈ ഫ്ലോറിൽ ഇരുന്നിട്ട് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. ഇതൊരു ഏകാധിപത്യ പ്രസ്ഥാനമല്ല ഡോക്ടറെ, ഇതൊരു ജനാധിപത്യ. സർവേ ഫലം ശരിയായി വരികയാണെങ്കിൽ ഈ കന്റോൺമെന്റ് ഹൗസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ആരായിരിക്കും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അത് രമേശ് ചെന്നിത്തല ആയിരിക്കുമോ? കേൾക്കുന്നില്ല. അതായത് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ ഫലം ശരിയാണെങ്കിൽ, അഥവാ റിപ്പബ്ലിക്കിന്റെ ശരിയാണെങ്കിൽ, മറ്റ് ഏജൻസികളുടെ സർവേ ഫലങ്ങളൊക്കെ ശരിയായി വരുന്നു എന്നുണ്ടെങ്കിൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് പോകുന്നത് ആരായിരിക്കും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് പോകുന്ന ധർമ്മടത്തുനിന്ന് പിണറായി വിജയൻ ജയിച്ചു വരികയാണെങ്കിൽ എനിക്ക് സംശയങ്ങളുണ്ട്. കാരണം അവിടെ പിന്നെ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു അമ്മ അവിടെ മത്സരിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകളുടെ ഏറ്റവും പ്രഥമമായ ഉദാഹരണമായ ഒരു അമ്മ അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ആ അമ്മ പിടിക്കുന്ന വോട്ടുകളുടെ അതിലൊരൊറ്റ വാചകം കൂടി, ഒറ്റ വാചകം, അതിനുശേഷം PR ശിവശങ്കരൻ ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ വാചകം. ഈ 35 സീറ്റ് കിട്ടിയാൽ ബാക്കി ഞങ്ങൾ കച്ചവടം ചെയ്ത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു. ആ സാധ്യത ഡോക്ടർ അരുൺ വിട്ടുപോയി. 2 സാധ്യത പറഞ്ഞുള്ളൂ. റിപ്പബ്ലിക് ടീം പോലും 5 സീറ്റേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കച്ചവടത്തിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവശങ്കർ, ആ ചോദ്യത്തിന് കൂടി ഒരു മറുപടി. വാങ്ങിക്കാൻ നിൽക്കുന്നവരും കൊടുക്കാൻ നിൽക്കുന്നവരും, വിൽക്കാൻ നിൽക്കുന്നവരും വിൽക്കപ്പെടാൻ നിൽക്കുന്നവരും കേരളത്തിനെതിരാണ്. ഞങ്ങൾ അവരെ 2 കൂട്ടരും പരാജയപ്പെടുത്തും. ഞങ്ങൾ ജയിക്കും. 35 സീറ്റെങ്കിലും കിട്ടിയാലേ കച്ചവടം നടക്കൂ. റിപ്പബ്ലിക് ടീം പോലും പറയുന്നില്ല. അല്ല, ഇതല്ലാതെ മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10 സീറ്റ് മറ്റുള്ള എല്ലാ പാർട്ടിക്കും, BJPക്കും മറ്റു സ്വതന്ത്രർക്കൂടെ കിട്ടിക്കഴിഞ്ഞാൽ LDFനോ കോൺഗ്രസിനോ ഭൂരിപക്ഷം ഉണ്ടാകാത്ത ഒരു ഹങ് അസംബ്ലി വരികയും മുസ്ലിം ലീഗ് പാട്ടും പാടി CPMന്റെ ഒപ്പം പോവുകയും അവിടെ ഒരു CPM
മുസ്ലിം ലീഗ് മന്ത്രിസഭ ഉണ്ടാകുകയും ചെയ്യും എന്ന ഒരു സാധ്യത കൂടി ഞാനിവിടെ കാണുന്നുണ്ട്. ഈ ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ അതൊരു സാധ്യതയായിട്ടാണ് കാണുന്നത്. അതിലായിട്ട് രാഹുലിനെ പോലെ ഈ പത്രസമ്മേളനം ഇന്നാൾ നടത്തും എന്നുള്ളതല്ല, ഈ രണ്ട് സാധ്യത പോലെ മൂന്നാമത്തെ ഒരു സാധ്യത കൂടി ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കും. രാഹുൽ, വളരെ പെട്ടെന്ന് ക്വിക്ക് കമന്റ്. യുക്കമെന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടി അപ്പോഴും പത്രസമ്മേളനം നടത്തത്തിൽ ആത്മവിശ്വാസമില്ലാത്ത ഒരാൾ ഇന്നലെ ഈ ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനപ്പുറം എന്താ പറയുന്നത്? PR ശിവശങ്കർ, അദ്ദേഹത്തിന് തുടക്കക്കാരനല്ലേ, അതിന്റെ അമിത ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും, കുറച്ച് കളയുമ്പോൾ ശരിയാവും. നിങ്ങളുടെ മൂന്ന് മുഖങ്ങളിലും പുഞ്ചിരി വരുന്നൊരു ദിവസമായിരിക്കട്ടെ 2-ാം തീയതി എന്ന് എനിക്ക് ആശംസിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കേ വിജയം വരൂ, നിങ്ങളുടെ ഒരു മുഖത്ത് മാത്രമേ പുഞ്ചിരി വരൂ എന്നാണ് പ്രതീക്ഷ. പക്ഷേ നിങ്ങൾ മൂന്നുപേരും വളരെ ആരോഗ്യത്തോടെ സ്വസ്ഥമായിരിക്കുക. ഡോക്ടർ ചിരിച്ച് കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും ഞാൻ വ്യക്തിപരമായി ചിരിക്കാനിടയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത് ഞാൻ 2-ാം തീയതി ഈ കൗണ്ടിങ്ങിന്റെ ഈ പൂരത്തിനിടയിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. കൊറോണ ഒക്കെ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് നമ്മളിത് കാണുമ്പോൾ അതിനിടയിൽ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ഏത് റിസൾട്ട് എങ്ങനെ വരുമ്പോഴാണ് ഞാൻ ചിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും താങ്ക് യു രാഹുൽ, താങ്ക് യു ശ്രീ അനിൽകുമാർ, താങ്ക് യു PR ശിവശങ്കർ. നിങ്ങൾ മൂന്നുപേരും സുരക്ഷിതമായിരിക്കൂ. കൊറോണയുടെ 2-ാം തരംഗമാണ്, പിടിമുറുക്കി കഴിയുന്നു. എല്ലാവരും വളരെ സേഫായിരിക്കുക. പ്രേക്ഷകരും ഇനി 2 നാളുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ വളരെ വേഗം എത്തിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ കൊറോണയുടെ 2-ാം തരംഗത്തെ, കോവിഡ് 2-ാം തരംഗത്തെ അതിജീവിക്കാനുള്ള മാർഗങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിനുള്ള ചർച്ചകളും അതിനുള്ള ലൈവാത്തോണുകളും പ്രേക്ഷകർക്ക് 24 ഒരുക്കുന്നുണ്ട്. കൂടുതൽ എക്സ്പേർട്ട് പ്രേക്ഷകരുമായി സംസാരിക്കുകയും ചെയ്യും.